Hello all, welcome back to my channel. Today we discuss about a new topic, Indian Economy 1950 to 1990, Class 11, Chapter 2. ഇന്ന് നമ്മൾ ക്ലാസ് 11ലെ ചാപ്റ്റർ 2വിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചത് ചാപ്റ്റർ 1നെ കുറിച്ചായിരുന്നു, ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് വരെയുള്ള ഇന്ത്യയുടെ എക്കോണമിയെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇന്നു മുതൽ നമ്മൾ ഇന്ത്യൻ എക്കോണമി 1915 to 1990, 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ എക്കോണമി എങ്ങനെയായിരുന്നു എന്നാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ 1950ഉം 1990ഉം എടുത്തതെന്ന് നിങ്ങൾക്കറിയാമോ? 1950 എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, പ്ലാനിംഗ് കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്തത്, അതായത് നിലവിൽ വന്നത് 1950കളിലാണ്. 1990 എടുക്കാനുള്ള പ്രധാന കാരണം, 1991ലാണ് LPG നിലവിൽ വന്നത്. LPG എന്ന് വെച്ചാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ എക്കോണമിയുടെ പ്രോഗ്രസ്, അതിന്റെ വളർച്ച എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചാപ്റ്ററിൽ 1950 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്ത്യൻ എക്കോണമി 1950 മുതൽ 1990 വരെ ഉണ്ടായിരുന്നത്, എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. 2 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. കാർഷിക മേഖലയിൽ ഉയർന്ന തൊഴിലാളികളുടെ എണ്ണവും താഴ്ന്ന ഉൽപാദനക്ഷമതയും വളരെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. വ്യാവസായിക മേഖലയിലാണെങ്കിലോ ശേഷി നിർമ്മാണം, ആധുനികവൽക്കരണം എന്നിവ വളരെ അത്യാവശ്യമായി മാറിയിരുന്ന കാലഘട്ടമാണ്. ഉയർന്ന ദാരിദ്ര്യ നിരക്കും തൊഴിലില്ലായ്മയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുന്നവയായിരുന്നു. വിദേശ വ്യാപാരമാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകിയിരുന്നവ മാത്രമാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. സ്വതന്ത്ര ഭാരതത്തിന് ആദ്യം നാം പ്രാധാന്യം കൊടുത്തത് രാഷ്ട്ര നിർമ്മാണത്തിനാണ്. രാഷ്ട്ര നിർമ്മാണത്തിന് ഇന്ത്യയെ നയിച്ചിരുന്നവർ രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമ്പദ്ഘടന സൃഷ്ടിക്കാനാണ് പ്രാധാന്യം കൊടുത്തത്. ഏതാനും പേരുടെ ക്ഷേമത്തിലുപരി എല്ലാവരുടെയും ക്ഷേമം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു അന്ന് നിലവിൽ വന്നിരുന്ന രാഷ്ട്ര നിയമത്തിൽ ഊന്നൽ നൽകിയിരുന്നത്. 1947 സ്വതന്ത്രമായ ഇന്ത്യയുടെ ആദ്യത്തെ ലക്ഷ്യം തന്നെ പുതിയൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു. അതിനായി നമ്മൾ ആദ്യം ശ്രമിച്ചത് ഒരു പുതിയ എക്കണോമിക് സിസ്റ്റത്തെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഏതൊരു രാജ്യത്തിനും വ്യത്യസ്ത രീതിയിലുള്ള എക്കണോമിക് സിസ്റ്റങ്ങളാണ് ഉണ്ടാവുക. ചിലപ്പോൾ ആ ഒരു കൺട്രി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആവാം, ചില കൺട്രികൾ സോഷ്യലിസ്റ്റ് എക്കോണമി ആയിരിക്കും, ചില കൺട്രികൾ മിക്സഡ് എക്കോണമിക് സിസ്റ്റം ആയിരിക്കാം അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഏതാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. കൂടാതെ ഈ ഏത് രീതിയിലുള്ള എക്കണോമിക് സിസ്റ്റം ആണെങ്കിലും ആ രാജ്യത്തിന്റെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് പ്രധാന ഘടകമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരുടെ കടന്നുവരവോടുകൂടി ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു നയത്തിന്റെ ഭാഗമായി ഇന്ത്യയിലുള്ള റിസോഴ്സസ് എല്ലാം തന്നെ അതിന്റെ ഒരു ലഭ്യത കുറഞ്ഞു വരുന്നതും അല്ലെങ്കിൽ ദുർലഭമായി പോകുന്ന ഒരവസ്ഥയെ നമ്മൾ കണ്ടു. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും ഫോറിൻ ട്രേഡും എല്ലാം തകർന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവയെല്ലാം തന്നെ നമ്മുടെ വിഭവങ്ങൾ, ഇന്ത്യയുടെ വിഭവങ്ങൾ ദുർലഭമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യം അതിന്റെ എക്കണോമിക് സിസ്റ്റത്തെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആദ്യം തീരുമാനിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. അതായത് നമ്മളുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്ത് സാധന സേവനങ്ങളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഒരു കൺട്രി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഈ കൺട്രിയിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്ത് സാധനങ്ങളാണ് നമ്മൾക്ക്
അവൈലബിൾ അല്ലാത്തത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു കൺട്രിയെ നമുക്ക് സാമ്പത്തിക വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ചോദ്യമാണ് ഹൗ ഷുഡ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ബി പ്രൊഡ്യൂസ്ഡ്? എങ്ങനെ നമ്മൾ ഈ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കണം? അതായത് നമ്മൾക്ക് ഏറ്റവും കൂടുതലുള്ളത് തൊഴിലാളികളാണോ, ഏറ്റവും കൂടുതലുള്ളത് മെഷീനറീസ് ആണോ, ക്യാപിറ്റൽ ഗുഡ് ആണോ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെയാണ് ഹൗ ഷുഡ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പീപ്പിൾ? അതായത് നമ്മൾ സാധനങ്ങൾ എന്തുൽപ്പാദിപ്പിക്കണമെന്ന് മനസ്സിലാക്കി, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മനസ്സിലാക്കി, നമ്മൾ ഉൽപ്പാദിപ്പിച്ചും കഴിഞ്ഞു. എന്നാൽ ഇത് എങ്ങനെ നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണം? ഇതാണ് 3 ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രമേ ഒരു എക്കോണമിയെ നമുക്ക് സാമ്പത്തികമായ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ 3 ചോദ്യങ്ങൾക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് മാർക്കറ്റ് ഫോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. അതായത് ഒരു മാർക്കറ്റിൽ എന്താണോ അല്ലെങ്കിൽ ഒരു എക്കോണമിയിൽ എന്താണ് ഡിമാൻഡ് ഉള്ളത്, എന്തിനാണ് കൂടുതൽ സപ്ലൈ ഉള്ളത്, അതായിരിക്കുമല്ലോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെയായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പറ്റുന്ന ഒരു ഈ 3 ക്വസ്റ്റ്യനും ഒരു ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മാർക്കറ്റ് ഫോഴ്സിന്റെ ഡിമാൻഡും സപ്ലൈയും നോക്കിയിട്ടാണ് നമ്മൾ ഗുഡ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ ഏത് എക്കോണമിയാണ് അഡോപ്റ്റ് ചെയ്തത്, അതിന്റെ പ്രത്യേകതകൾ എന്താണ്, ഈ ഓരോ എക്കോണമിയും എന്താണ്, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, സോഷ്യലിസ്റ്റ് എക്കോണമി എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്താണ്, മിക്സഡ് എക്കോണമി എന്താണ്, ഇതൊക്കെ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. Capitalism or capitalist economies refers to as the economic system where the factors of production such as capital good, labor, natural resources and entrepreneurships are controlled and regulated by private business. അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണെങ്കിൽ ആ എക്കണോമിക് സിസ്റ്റത്തില് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയ ക്യാപിറ്റൽ ഗുഡ്, ലേബർ, നാച്ചുറൽ റിസോഴ്സസ്, ഓൺടർപ്രണർഷിപ്സ് ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ബിസിനസ്സുകാരായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ നോക്കിയതാണ് ഏതൊരു എക്കണോമിക് സിസ്റ്റം ആണെങ്കിലും അവിടെ എന്താണ് 3-fold ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തുകൊണ്ടാണ് ആ എക്കോണമി നിലനിൽക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതെന്തൊക്കെയായിരുന്നു? വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി, അല്ലെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്ത് ഗുഡ്സ് ആണ് അല്ലെങ്കിൽ എന്ത് സർവീസസ് ആണ് ആ കൺട്രി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ എന്ത് ഗുഡ്സ് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. Only those consumer goods will be produced that can be sold profitably. അല്ലെങ്കിൽ commodity will not be produced and supplied as per the market force. അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ വാട്ട് ഗുഡ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് എന്ന ക്വസ്റ്റ്യൻ ഇവർ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കൂ. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റബിൾ ആയിട്ട് വിൽക്കാൻ പറ്റുന്ന ഗുഡ്സ് മാത്രമേ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. കമ്മോഡിറ്റി വിൽ നോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ആസ് പെർ മാർക്കറ്റ് ഫോഴ്സ്. മാർക്കറ്റിൽ എന്താണ് ഡിമാൻഡ് ഉള്ളത് എന്ന് നോക്കിയിട്ടല്ല ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും പ്രോഫിറ്റ് നോക്കി മാത്രമാണ്. ഇവിടെ പ്രധാനം വരുന്നത് എന്തിനാണ്? പ്രോഫിറ്റബിലിറ്റി ആണ് ഇവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മുടെ? ഹൗ ഷുഡ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയായിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണെങ്കിൽ ഇഫ് ദ ലേബർ ഈസ് ചീപ്പർ ദാൻ ക്യാപിറ്റൽ മോർ ലേബർ ഇന്റൻസീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി യൂസ്ഡ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ലേബർ ചീപ്പ് ആണെങ്കിൽ മാത്രം അവര് ലേബറിനെ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തും, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉപയോഗിച്ചായിരിക്കും. ക്യാപിറ്റൽ ആണ് ചീപ്പർ ആയിട്ട്, അതായത് മെഷീൻസിനാണ് തൊഴിലാളികളെക്കാൾ വില കുറവെങ്കിൽ അവര് ക്യാപിറ്റൽ ഗുഡ് ഉപയോഗിച്ചായിരിക്കും, അതായത് മെഷീൻസ് ഉപയോഗിച്ചായിരിക്കും പ്രൊഡക്ഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ ലേബറിനെ ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യന് അവർ ആൻസർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്തിനാണോ ചെലവ് കുറവ് അപ്പോൾ അതനുസരിച്ചായിരിക്കും അവര് പ്രൊഡക്ഷന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു?
ഹൗ ഷുഡ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പീപ്പിൾ? എങ്ങനെയായിരിക്കണം സാധനങ്ങൾ, ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. The goods produced are distributed among people not on the basis of what people need but on the basis of the purchasing power. ഇവിടെ വന്നിരിക്കുന്നത് purchasing power ആണ്. ജനങ്ങളുടെ ആവശ്യം എന്താണോ, ആവശ്യം എന്താണോ അത് നോക്കിയിട്ടല്ല ഇവര് ജനങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. പർച്ചേസിങ് പവർ, അതായത് ആരുടെ കയ്യിലാണോ കാശുള്ളത് അവർക്ക് മാത്രമാണ് സാധനങ്ങൾ ലഭ്യമാക്കുന്നത്, അല്ലാത്തവർക്ക് സാധനങ്ങൾ ലഭ്യമാകില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലുള്ളവരാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. അടുത്തത് USA, UK, ജർമ്മനി, ജപ്പാൻ, സിംഗപ്പൂർ മുതലായ കൺട്രീസ് ആണ് പ്രധാനമായും ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിട്ട് കണക്കാക്കുന്നത്. അടുത്തത് നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻകറേജ് ഇന്നോവേഷൻ. ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എപ്പോഴും ഇന്നോവേഷന് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ സാധനങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു കഴിവ് അല്ലെ, അതിനെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രി ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാനൊക്കെ ഭയങ്കര പ്രോത്സാഹനമായിരിക്കും. എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, മാക്സിമം ഉപയോഗിക്കാനായിട്ട് നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് നമുക്ക് കാണാം. കൺസ്യൂമർ ഫ്രീ ടു ചൂസ് പ്രോഡക്റ്റ്, അതായത് വ്യത്യസ്തതരമായ പ്രോഡക്റ്റുകളൊക്കെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഒരു സാധാരണമാണ്. പുതിയ തരം പ്രോഡക്ട്സുകളൊക്കെ, ഉൽപ്പന്നങ്ങൾ, പുതിയ തരം എന്തിനാണോ ഡിമാൻഡ് ഉള്ളത് അതിനൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഉപഭോക്താക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും പുതിയ പുതിയ സാധനങ്ങളെ എടുക്കുവാനും ചൂസ് ചെയ്യാനും ഒക്കെ. അടുത്തത് എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. ബെറ്റർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ, ഈ സാധനങ്ങളുടെ സേവനങ്ങളുടെ ഒക്കെ ക്വാളിറ്റിയിൽ ഒരു നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അടുത്തത് എന്തൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ കോൺസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് ഒരു മൊണോപ്പൊളി പവർ ആയിരിക്കും. ഇത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു സ്ഥലത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ടാവും, മൊണോപ്പൊളി പവർ ആയിരിക്കും. അതായത് ആ ഒരു ഇൻഡസ്ട്രി ഒരെണ്ണേ കാണത്തുള്ളൂ ചിലപ്പോൾ. അപ്പൊ അതിന് അനുസരിച്ച് അവരുടെ പ്രോഡക്ട്സിന്റെ വില കൂടുതലായിരിക്കാം, ലേബറിന് കൊടുക്കുന്ന എമൗണ്ട് കുറവായിരിക്കാം. അങ്ങനെയുള്ളൊരു മൊണോപ്പൊളി പവർ ആയിരിക്കും. പേ ലോ വേജ് ടു ലേബർ, അതായത് അവിടെ വരുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെയൊക്കെ അളവ് വളരെ കുറവായിരിക്കും. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസിന്റെ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് അതിനെ വളരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അൺഹെൽത്തി കോമ്പറ്റീഷൻ, അതായത് 2 or 3 ഇൻഡസ്ട്രീസ് ഒരേ മേഖലയിൽ തന്നെ വരുന്നത് അതിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ്, വളരെ കോമ്പറ്റീഷൻ ഉള്ള ചാൻസും വളരെ കൂടുതലാണ്. ലീഡ് ടു ഇൻകം ആൻഡ് വെൽത്ത് ഗ്യാപ്പ്, അതായത് ജനങ്ങൾ തമ്മിലുള്ള സമ്പത്തിന്റെയും ഒക്കെ ഒരു ഗ്യാപ്പ് വളരെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ധനികനും പാവപ്പെട്ടവനും അങ്ങനെയുള്ള ഒരു വലിയൊരു സെക്ഷൻ തന്നെ രൂപപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സോഷ്യലിസ്റ്റ് എക്കോണമി. ഇൻ എ സോഷ്യലിസ്റ്റ് എക്കോണമീസ് ഗവൺമെന്റ് ആർ ചാർജ്ഡ് വിത്ത് റീഡിസ്ട്രിബ്യൂട്ടിംഗ് വെൽത്ത് ആൻഡ് നാരോയിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പുവർ ആൻഡ് റിച്ച്. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റിനാണ് പ്രാധാന്യമുള്ളത്. ഗവൺമെന്റ് ആണ് അവിടുത്തെ വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പാവപ്പെട്ടവരും പണക്കാരും എന്നുള്ളൊരു വ്യത്യാസത്തെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി എന്നതാണ്. ഇതിൽ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ ഒരു ആൻസർ ആയിട്ട് വരുന്നത് ഗവൺമെന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇൻ എ സോഷ്യലിസ്റ്റ് എക്കോണമി the government decide what good are to be produced in accordance with the need of society. അതായത് ആ സൊസൈറ്റിക്ക് എന്താണ് ആവശ്യമെന്ന് കണക്കാക്കി ഗവൺമെന്റ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. The desire of individual consumer are not give such importance. അതായത് ഇൻഡിവിജ്വൽസിന് എന്ത് വേണമെന്നുള്ളതല്ല, ആ സൊസൈറ്റിക്ക് എന്ത് വേണം എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുത്ത് അവരെന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ഷുഡ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. എങ്ങനെയായിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള
ഇതിന് എന്ന ക്വസ്റ്റ്യന് സോഷ്യലിസ്റ്റ് എക്കോണമി ആൻസർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? The government decide how good are to be produced and how they should be distributed. എങ്ങനെയാണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ how should the goods and service should be distributed among people. എങ്ങനെയാണത് ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളതും ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. Distribution under socialism is supposed to be based on what people need and not on what they can afford to purchase. അതായത് ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ എന്താണ് ആൾക്കാർക്ക് ആവശ്യമുള്ളത് എന്നനുസരിച്ച് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തോളൂ. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. സൊസൈറ്റിയിൽ നിങ്ങൾ പർച്ചേസിങ് പവർ ഉള്ളവരാണോ അല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ റിച്ച് ആണോ പുവർ ആണോ എന്നുള്ളതല്ല. ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഗവൺമെന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തോളൂ. അത് ജനങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് ലഭ്യമാകുകയും ചെയ്യും. അപ്പോൾ ക്യൂബ, ചൈന, നോർത്ത് കൊറിയ മുതലായ കൺട്രീസ് ആണ് പ്രധാനമായും ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി ആയിട്ട് കണക്കാക്കുന്നത്. നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഇൻഡിവിജ്വൽസിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാനൊന്നും സാധിക്കത്തില്ല. അവിടെ എന്താണ്, ഗവൺമെന്റ് നമുക്കെല്ലാം വസ്ത്രങ്ങളും ഗവൺമെന്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും എല്ലാം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണങ്ങളും ഒരേ രീതിയിലുള്ള ജീവിത സൗകര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഒരാളും റിച്ചും ഒരാൾ പുവർ ആയിട്ടില്ല എന്നാണ് ഈ ഗവൺമെന്റിന്റെ അഭിപ്രായത്തില്. അടുത്തത് സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതായത് ഇൻകവും വെൽത്തും രാജ്യത്തിന്റെ എല്ലാ ജനങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ക്ലോസിംഗ് ഗ്യാപ്പ് ബിറ്റ്വീൻ പുവർ ആൻഡ് റിച്ച്. അതുപോലെ തന്നെ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വഴി റിച്ച് എന്നും പുവർ എന്നുമുള്ള ഒരു വ്യത്യാസത്തെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. വെൽഫെയർ സ്റ്റേറ്റിന്റെ വെൽഫെയറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഗെയിൻ ട്രസ്റ്റ് ഇൻ ഗവൺമെന്റ്. ജനങ്ങൾക്ക് ഗവൺമെന്റിലുള്ള വിശ്വാസത്തെ കൂട്ടുവാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹയർ ടാക്സ് ഫ്രം പീപ്പിൾ ഹു ഏൺ ഹൈ സാലറി. അതായത് ഹൈ സാലറി ഉള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഹയർ ടാക്സ് പേ ചെയ്യുന്നുണ്ട്. പീപ്പിൾ മേ ഗെറ്റ് ലേസി. അതായത് എന്താണ്, ജനങ്ങള് എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ അവര് മടിയന്മാരായി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ടു മച്ച് പവർ ഫോർ പൊളിറ്റീഷ്യൻസ്. പൊളിറ്റീഷ്യൻസിന് കൂടുതൽ പവർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ലോ കോമ്പറ്റേറ്റീവ്നെസ് ഇൻ മാർക്കറ്റ്. മാർക്കറ്റിൽ എന്താണ്, അവർ തമ്മിലുള്ള മാർക്കറ്റില് പരസ്പരമുള്ള ഒരു കോമ്പറ്റീഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ ലേസി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നതാണ് മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി is that economy in which both government and private individuals exercise economic control, or it is the golden mixture of capitalism and socialism. Under this system there is a freedom of economic activity. അടുത്തത്, in a mixed economy the market will provide whatever good and service it can be produced. മിക്സഡ് എക്കോണമിയിൽ എന്താണ്, മാർക്കറ്റിന് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട്. The government will provide essential goods and services which the market failed to do. അതായത് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് മാർക്കറ്റിൽ എവിടെയാണോ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് അവിടെ ഗവൺമെന്റിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവുകയും ആ ഒരു കാര്യം ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട്. ഐസ്ലൻഡ്, സ്വീഡൻ, ഫ്രാൻസ്, റഷ്യ, ഹോങ്കോങ് ഒക്കെ മിക്സഡ് എക്കോണമിയുടെ ഉദാഹരണമാണ്. ഇപ്പോൾ നമ്മുടെ US, UK, ചൈന മുതലായവയെല്ലാം തന്നെ മിക്സഡ് എക്കോണമിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.
അടുത്ത നമുക്ക് മിക്സഡ് എക്കോണമിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. ആദ്യം അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ബാലൻസ് ഓഫ് നീഡ് ആൻഡ് വants മെറ്റ് ബൈ ഗവൺമെന്റ് ആൻഡ് ദ മാർക്കറ്റ് പ്ലേസ്. അതായത് ആവശ്യങ്ങളെ ഗവൺമെന്റും ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് മാർക്കറ്റ് പ്ലേസും ഒരുപോലെ നിന്നുകൊണ്ട് ബാലൻസ് ആയി നിന്നുകൊണ്ട് ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യുവാനായിട്ട് തുടങ്ങി. ഫ്രീഡം ഓഫ് ചോയ്സ്, അതായത് കൺസ്യൂമേഴ്സിന് ജനങ്ങൾക്ക് ഗവൺമെന്റിനെ അല്ലെങ്കിൽ എന്താ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഒരുപോലെ അവൈലബിൾ ആകുകയും അവരിൽ ഇഷ്ടമുള്ളവരെ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ടായി. ഇംപ്രൂവ്ഡ് സോഷ്യൽ വെൽഫെയർ, സൊസൈറ്റിയുടെ വെൽഫെയർ ഇംപ്രൂവ് ചെയ്തു. സ്റ്റേറ്റ് പ്രൊവൈഡ് എസെൻഷ്യൽ സർവീസസ്, അതായത് പ്രൈവറ്റിന് കൊടുക്കാൻ കഴിയാത്ത സർവീസസ്, എസെൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തു. അതിനൊരു വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ കോവിഡ് സമയത്ത് വന്ന വാക്സിനേഷൻസ്. വാക്സിനേഷൻ ആദ്യം പ്രൈവറ്റിനായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പേയ്മെന്റ് വെച്ചിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് അതെന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് വഴി പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊടുത്തു. അടുത്തത് മിക്സഡ് എക്കോണമിയുടെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിറ്റിസൺ ഹാവ് ടു പേ ടാക്സ്, അതായത് എല്ലാ സിറ്റിസൺസിനും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നു. ഡിഫറെന്റ് ക്ലാസ്സസ് ഇൻ സൊസൈറ്റി, വ്യത്യസ്തതരമായ ക്ലാസ്സുകൾ സൊസൈറ്റിയിൽ തുടങ്ങി. കറപ്ഷൻ ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ്, മോർ വേസ്റ്റേജ്, ഡിലേ ഇൻ എക്കണോമിക് ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വളരെ കാലതാമസം എടുത്തു. The first Prime Minister of independent India, Jawaharlal Nehru, and many other leaders and thinkers combined the best feature of socialism without its drawbacks. In this view, India would be a socialist society with a strong public sector, but also with a private property and democracy. നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്ന് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യക്ക് ഒരു പുതിയ എക്കണോമിക് സ്ട്രക്ചർ, എക്കണോമിക് സിസ്റ്റം നൽകാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ഒരു തിങ്കർ ആണ്. സോഷ്യലിസവുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗവൺമെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് ആണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അപ്പോ ജവഹർലാൽ നെഹ്റു സോഷ്യലിസത്തിന് പ്രാധാന്യം കൊടുക്കുകയും സോഷ്യലിസത്തിന്റെ പോരായ്മകളെ കുറച്ചുകൊണ്ട് ഇന്ത്യൻ ഒരു എക്കോണമിയിലേക്ക് സോഷ്യലിസ്റ്റ് എക്കോണമി ആക്കി ഇന്ത്യയെ മാറ്റാനായിട്ടാണ് ജവഹർലാൽ നെഹ്റുവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ശ്രമിച്ചത്. എന്നാൽ സോഷ്യലിസത്തിൽ നമുക്കറിയാം അതിൽ ഗവൺമെന്റ് സെക്ടറിനാണ് പ്രാധാന്യം. പക്ഷേ ജവഹർലാൽ നെഹ്റു മനസ്സിലാക്കി ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഗവൺമെന്റ് സെക്ടർ മാത്രം പോരാ, പ്രൈവറ്റ് സെക്ടറിന്റെ ഒരു പങ്കാളിത്തവും അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു പുതിയ എക്കോണമിയെയാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1915 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഒരു തുടക്കം കുറിച്ചുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റു തന്നെ ചെയർപേഴ്സൺ ആയിക്കൊണ്ട് ഒരു പ്ലാനിംഗ് കമ്മീഷൻ സെറ്റ് ചെയ്യുകയും ആ കമ്മീഷൻ വഴി നമ്മുടെ ഇന്ത്യയുടെ എക്കോണമിയെ ഒരു പുതിയ എക്കോണമിയാക്കി, ഒരു പുതിയ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു. ഇതില് പ്ലാനിംഗ് കമ്മീഷനില് പ്രൈവറ്റ് സെക്ടർ വരുമ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പ്ലാനിനാണ്. പ്രൈവറ്റ് സെക്ടറിന് പ്രൈവറ്റ് സെക്ടറിനെയും പബ്ലിക് സെക്ടറിനെയും ചേർത്ത് കൊണ്ടൊരു പ്ലാൻ തയ്യാറാക്കി. ഈ പ്ലാൻ സാധാരണ നമ്മൾ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഭാവിയിലേക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴേ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ പ്ലാൻ അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലേ? ഈ പ്ലാനില് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പ്ലാൻ വേണമെങ്കിൽ 5 വർഷമാക്കാം. ഈ 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു കാര്യത്തെ നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ 5 ഇയർ പ്ലാനിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം നമുക്ക് 5 വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു പ്ലാനിനെയാണെങ്കിൽ നമ്മൾ പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയും. അത് 20 വർഷമോ അതിന് മുകളിലോ ആയിരിക്കും അതിന്റെ ഒരു
കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ 20 വർഷമോ അതിന് മുകളിലോ നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? പെർസ്പെക്റ്റീവ് പ്ലാൻ എന്നാണ് പറയുന്നത്. പെർസ്പെക്റ്റീവ് പ്ലാൻ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജവഹർലാൽ നെഹ്റു 1950-ലാണ്. അദ്ദേഹം തന്നെയായിരുന്നു ചെയർപേഴ്സൺ ആയത്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്, അതിന്റെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് 5-year പ്ലാൻസ്. ഇന്ത്യയുടെ ഡെവലപ്മെന്റിലേക്കുള്ള ആ ഒരു പ്ലാനിംഗ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. In 1915, the Planning Commission was set up with the Prime Minister Jawaharlal Nehru as its chairperson. നമ്മൾ മനസ്സിലാക്കി 1950 ഒരു പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ സെറ്റ് ചെയ്തു. അതിൽ പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു അതിന്റെ ചെയർപേഴ്സൺ. ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ്, ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടായിരുന്നത് നമുക്ക് കാണാം. ഫസ്റ്റ് 5-year പ്ലാൻ 1951 തൊട്ട് 56 വരെയുള്ള 5 വർഷത്തെ കാലയളവിലായിരുന്നു അതിന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്രികൾച്ചർ സെക്ടറിലാണ് കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ തന്നെയായിരുന്നു ആദ്യത്തെ ഒബ്ജക്റ്റീവ്. എന്നാൽ രണ്ടാമത്തെ സെക്കൻഡ് 5-year പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആണ്. അതായത് ക്യാപിറ്റൽ ഗുഡ്സ്, മെഷീൻസ് അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് കൂടുതൽ ഒരു ഡെവലപ്മെന്റിനാണ് നമ്മൾ ശ്രമിച്ചത്. 1956 മുതൽ 61 വരെ ആയിരുന്നു സെക്കൻഡ് പീരീഡ്. പിന്നെ അങ്ങോട്ട് നമ്മൾ കുറെ അധികം ഡെവലപ്മെന്റ് ലഭിക്കാൻ വേണ്ടി വ്യത്യസ്തമായ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതില് സെക്കൻഡ് 5-year പ്ലാനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രസാദ് ചന്ദ്ര മഹൽനോബിസ് എന്ന വ്യക്തിയാണ്, എന്നൊരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു എക്കണോമിസ്റ്റ് കൂടെയാണ്. അദ്ദേഹം കൽക്കട്ടയിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെയധികം ജേർണൽസ് ഒക്കെ എഴുതിയിട്ടുള്ളതും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം സോഷ്യലിസവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ഇന്ത്യയുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയുടെ ഡെവലപ്മെന്റിന്റെ ഒരു പാത എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. വ്യത്യസ്തങ്ങളായ ടാർഗറ്റുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ലക്ഷ്യത്തേക്കും എത്തിച്ചേർന്നത്. അതായത് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എക്സാമിന് ഇത്ര മാർക്ക് മേടിക്കണം, 40 മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ 80 മാർക്ക് മേടിക്കണം എന്നാണ് നമ്മുടെ ടാർഗറ്റ്. നമുക്ക് എത്രയാണ് കിട്ടുന്നത് എന്നാണ്. ഇപ്പൊ നമുക്ക് കിട്ടിയത് 80 ഉദ്ദേശിച്ചപ്പോൾ 100 കിട്ടി, അതാണ് നമ്മുടെ ആക്ച്വൽ മാർക്ക്. അപ്പൊ അതുപോലെ നമ്മുടെ എക്കോണമിയിൽ നമ്മൾ വിചാരിച്ചത് 2.9 ആയിരുന്നു, എന്നാൽ നമുക്ക് 3.6 വരെ ആക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചു. സെക്കൻഡ് 5-year പ്ലാനില് 4.5 ആയിരുന്നു, 4.3 വരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമുള്ള ഓരോ പ്ലാനിലും അതിൻ്റെതായിട്ടുള്ള ആക്ച്വൽ ടാർഗറ്റുകളും ആക്ച്വൽ ഒബ്ജക്റ്റീവ്സ്, ആക്ച്വൽ അറ്റൈൻമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റക്കുറച്ചുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കും. എന്നാൽ 5-year പ്ലാൻസിന്റെ മൊത്തത്തിലുള്ള ഗോൾസ് എന്തൊക്കെയായിരുന്നു ഇന്ത്യയിലെ എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഗ്രോത്ത്. നമ്മുടെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു വളർച്ചേനെയാണ് ആദ്യം നമ്മൾ ലക്ഷ്യം വെച്ചത്. രണ്ടാമതെന്ന് പറയുന്നത് മോഡേണൈസേഷൻ ആണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. 3 സെൽഫ് റിലയൻസ്, അതായത് നമ്മൾ സ്വയം പര്യാപ്തരാകുക, ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ്, അതായത് ഗോൾ എന്ന് പറയുന്നത്. അടുത്തത് ഇക്വിറ്റി, എല്ലാ കാര്യത്തിനും ഒരു ഇക്വിറ്റി കൊണ്ടുവരിക എന്നതാണ്. ഒരേപോലെ സമത്വം കൊണ്ടുവരിക എന്നതാണ് അടുത്ത ഒരു ഗോളായിട്ട് 5-year പ്ലാൻസിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഗോൾസിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി നോക്കാം.
5-year പ്ലാൻസിന്റെ ഫസ്റ്റ് ഗോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രോത്ത്. എന്താണ് ഗ്രോത്ത്? ഗ്രോത്ത് refers to increases in the country's capacity to produce the output of goods and services within the country. അതായത് ഒരു രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാധന സേവനങ്ങളുടെ അളവിലുള്ള വർധനവിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ രാജ്യത്തിനകത്ത് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അതിന്റെ എണ്ണത്തിൽ ഒരു ഉയർച്ച കൊണ്ടുവരിക, അതിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻക്രീസ് ഇൻ ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ആൻഡ് സർവീസസ്. ഈ ഗ്രോത്ത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം? അതിനുള്ളൊരു വഴിയാണ് ഇൻക്രീസ് ഇൻ ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ആൻഡ് സർവീസസ്. അതായത് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ഗുഡ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ സർവീസസ് എന്തൊക്കെയാണ്, അതിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ ഒരു ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ എന്തൊക്കെയാണ്? നമുക്കറിയാം മെഷീനറീസ് ഒക്കെ ഒരു ക്യാപിറ്റൽ ഗുഡാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ആണ് അല്ലെ. അതിനുള്ള ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, അതായത് വണ്ടികൾ, ഡ്രൈവിംഗ് ഫെസിലിറ്റീസ്, ഇതെല്ലാം ഒരു പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് സർവീസസിൽ വരുന്ന അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതിന്റെ എണ്ണത്തിലുള്ള വർധനവ്. നമുക്കറിയാം ആദ്യത്തെ കാലഘട്ടത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. റെയിൽവേയുടെ എണ്ണമാണെങ്കിൽ വളരെ കുറവായിരുന്നു, ബസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എല്ലാം കുറവായിരുന്നു. അപ്പോൾ ഒരു വളർച്ചയിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്ഷനെ സഹായിക്കുന്ന കാര്യങ്ങളുടെ അതിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ സർവീസസിൽ ഒരു ഉയർച്ച കൊണ്ടുവരണം, അതിലെ എണ്ണത്തിൽ ഒരു വർധനവ് കൊണ്ടുവരണം. അടുത്തത് ലാർജർ സ്റ്റോക്ക് ഓഫ് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ. അതായത് ഇതുപോലെ പ്രൊഡക്റ്റീവ് ക്യാപിറ്റലിന്റെ സ്റ്റോക്കിന്റെ അളവിൽ ഒരു വർധനവ് കൊണ്ടുവരിക. അടുത്ത എന്താണ്? ലാർജർ സൈസ് ഓഫ് സപ്പോർട്ടിംഗ് സർവീസസ് ലൈക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് ബാങ്കിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് പ്രൊഡക്ഷനെ സഹായിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു വർധനവ് കൊണ്ടുവരിക. അതാണ് ട്രാൻസ്പോർട്ടേഷന്റെ രീതിയിലാവാം, ബാങ്കിങ് സെക്ടറിന്റെ രീതിയിലാവാം. ആ ഒരു രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അതിലൊരു ഉയർച്ച വരുന്നത് എന്തിലേക്ക്? നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അടുത്തതാണ് സ്റ്റഡി ഇൻക്രീസസ് ഇൻ ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു വളർച്ച കൊണ്ടുവരിക. GDP എങ്ങനെയാണ് നമുക്ക് സ്റ്റഡി ആയിട്ടൊരു വളർച്ച കൊണ്ടുവരാൻ പറ്റുക? GDP എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ ആകെ തുകയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ എക്സ്പോർട്ടിങ് വരത്തില്ല, ഇമ്പോർട്ടിങ് ഒന്നും വരത്തില്ല. നമ്മുടെ രാജ്യത്തിനകത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻക്രീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ അവസാനം പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 3 സെക്ടറിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ. അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. അതിൽ നമ്മൾ ഈ GDPയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയുടെ സെക്ടേഴ്സ് എല്ലാം തന്നെ തകർന്നു പോയി. പക്ഷേ ഈ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം 1990s നമ്മുടെ ഇന്ത്യ കണ്ടൊരു മാറ്റം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടർ ഒരു പുവർ കൺട്രിയുടെ മാത്രം കോൺട്രിബ്യൂഷൻ ലെവലായ 50% മാത്രമാണ് നമ്മുടെ ഇന്ത്യക്കും കൊടുക്കാൻ സാധിച്ചത്, അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ നമ്മുടെ സർവീസ് സെക്ടറിന് നൽകാൻ സാധിച്ച ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അത് ഒരു 40% വരുന്നുണ്ട്. അപ്പൊ ഈ 40% ഒക്കെ സാധാരണ ആ കാലയളവിൽ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു അളവാണ്. അപ്പൊ അത് എന്ന് കാണിക്കുന്നത് ഇന്ത്യയുടെ സർവീസ് സെക്ടർ GDPക്ക് നൽകിയ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഗ്രോത്തിലേക്ക് ഇന്ത്യയുടെ ഫസ്റ്റ് 5-year പ്ലാൻ മുതൽ ഗ്രോത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിൽ പെടുന്നത്, അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യങ്ങൾ, ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുള്ള ഓരോ ഘടകങ്ങളുമാണ് ഇതൊക്കെ. സ്റ്റോക്ക് വർദ്ധിപ്പിക്കുക, സപ്പോർട്ടിംഗ് സർവീസസിന്റെ സൈസിൽ വർധന ഉണ്ടാക്കുക,
ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ഉണ്ടാകുക, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ഒരു ഇൻക്രീസ് കൊണ്ടുവരിക എന്നിവയൊക്കെയാണ് ഗ്രോത്തിലേക്ക് ഇന്ത്യയെ നയിക്കാൻ കാരണം. 5-year പ്ലാന്റെ സെക്കൻഡ് ഗോൾ ആണ് മോഡേണൈസേഷൻ. എന്താണ് മോഡേണൈസേഷൻ? അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് കോൾഡ് മോഡേണൈസേഷൻ. ന്യൂ ടെക്നോളജിയെ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക, അതിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, പണ്ട് നമ്മളുടെ കൃഷിയിടങ്ങളിലൊക്കെ തൊഴിലാളികൾ, കർഷകരായിരുന്നു കൂടുതൽ, അല്ലെ? അവര് കളകൾ പറിക്കുകയും വിളകളെ നടുകയും പിന്നെ എന്തൊക്കെയാണ് മെതിക്കുക, അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഒരു നെല്ല് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ ഒരു പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകണം. എന്നാൽ ഇപ്പോഴെന്താണ്, നമ്മുടെ കർഷകര് എണ്ണം കുറച്ചിട്ട് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്, യന്ത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ഡ്രോണുകളാണ് ഇപ്പോൾ ഈ പറയുന്ന കൃഷിയിടങ്ങളിൽ പെസ്റ്റിസൈഡിനെ വരെ കൊടുക്കുന്നത്. അപ്പോൾ അത്രയും രീതിയിൽ നമ്മുടെ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന മാത്രമല്ല നമ്മുടെ 5-year പ്ലാനിലൂടെ മോഡേണൈസേഷൻ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ സോഷ്യൽ ഔട്ട്ലുക്കിൽ ഒരു മാറ്റം വരുത്തണം, അല്ലേ? ടു ചേഞ്ച് ഇൻ സോഷ്യൽ ഔട്ട്ലുക്ക് സച്ച് ആസ് റെക്കഗ്നേഷൻ ദാറ്റ് വുമൺ ഷുഡ് ഹാവ് ദ സെയിം റൈറ്റ് ആസ് മെൻ. അതായത് നമ്മൾ മനസ്സിലാക്കുകയാണ് സ്ത്രീകൾക്കും പുരുഷന്മാരുടെ അതേ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു പുതിയ തലമുറയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതും ഒരു മോഡേണൈസേഷൻ ആണ്. അപ്പോൾ സെക്കൻഡ് 5-year പ്ലാൻ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള എല്ലാ പ്ലാനുകളും തന്നെ ഒരു ലക്ഷ്യം കണ്ടു വെച്ചിരിക്കുന്നത് മോഡേണൈസേഷനിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരിക, അതൊരു പുതിയ മാറ്റത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമാണ് 5-year പ്ലാന്റെ. 5-year പ്ലാന്റെ തേർഡ് ഗോൾ ആണ് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തമാവുക. എന്താണ് സ്വയം പര്യാപ്തത എന്ന് വെച്ചാൽ using its own resources or avoiding imports of those goods which could be produced in India itself. അതായത് നമ്മൾ നമ്മുടെ തന്നെ റിസോഴ്സസിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങളെയും സേവനങ്ങളെയും നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അവയെ ഇറക്കുമതി ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തലാക്കുക, നോ ഇമ്പോർട്ട്സ്. അതിനെയാണ് നമ്മൾ സെൽഫ് റിലയൻസ്, നമ്മൾ സ്വയം പര്യാപ്തരാണ്, നമുക്ക് കഴിയും. To reduce our dependence on foreign countries, especially for goods, for food. അതായത് നമ്മൾ നമ്മുടെ രാജ്യത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുക, മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ഭക്ഷണത്തിന് ആവശ്യമായുള്ള സാധനങ്ങളെയും സേവനങ്ങളെയും അല്ലെങ്കിൽ മറ്റു സാധന സേവനങ്ങളെയൊക്കെ നമ്മൾ മറ്റു കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ കൺട്രിയുടെ സോവറിനിറ്റി പവറിനെ, നമ്മുടെ പരമാധികാരത്തിനെ പോലും മറ്റു കൺട്രീസിലുള്ളവര് നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് അവരുടെ ഒരു കടന്നുകയറ്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അവയെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു പ്രധാന ഘടകമായിരുന്നു അവിടെ ബ്രിട്ടീഷുകാർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളെ നമ്മുടെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മളെ അത് വാങ്ങിപ്പിക്കുക, നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുക, നമ്മൾ അത് അവരുടെ ഒരു കൺസ്യൂമർ ആക്കുക എന്നുള്ളത്. ആ ഒരു തത്വത്തെ നേരെ അവഗണിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇന്ത്യയെ സെൽഫ് റിലയന്റ് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ 5-year പ്ലാനിൽ അഡോപ്റ്റ് ചെയ്തത്. 5-year പ്ലാന്റെ ഫോർത്ത് ഗോൾ ആണ് ഇക്വിറ്റി, സമത്വം. സമത്വം എങ്ങനെ നമുക്ക് നേടിയെടുക്കാമെന്ന് നോക്കാം. റെഡ്യൂസ് ഇൻഇക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. സമ്പത്തിനെ അസമത്വമായി വിതരണം ചെയ്യുന്നതിനെ കുറച്ചുകൊണ്ട് നമുക്ക് സമത്വത്തെ നേടിയെടുക്കാൻ സാധിക്കും. The benefit of economic prosperity reach the poor section as well as instead of being enjoyed only by the rich.
അതായത് എക്കണോമിക് പ്രോസ്പെരിറ്റി, അതായത് നമുക്ക് ലഭിക്കുന്ന ഇന്ത്യക്ക് വരുന്ന ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മൾ ഇതുപോലെയുള്ള ഗോളൊക്കെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകും. ആ ഡെവലപ്മെന്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഉയർച്ച എക്കണോമിക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു പ്രോസ്പെരിറ്റി എന്താണ്, പാവപ്പെട്ട ജനങ്ങളിലേക്ക് കൂടെ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് സമത്വമുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. റിച്ച് ആയിട്ടിരുന്ന ജനങ്ങൾക്ക് പിന്നെയും കാശ് ലഭ്യമാകുകയാണെങ്കിൽ അവരെന്താണ് പിന്നെയും വളരെ റിച്ച് ആയി മാറുകയുള്ളൂ. എന്നാൽ പുവർ സെക്ഷനിൽ അവർക്ക് കാശ് ലഭിച്ചാൽ അവരുടെ ബേസിക് നീഡ് പോലും സാധ്യമായതിനു ശേഷമേ അവർക്ക് ഒരു വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു റിച്ചർ സെക്ഷനിലേക്കും പുവർ സെക്ഷനിലേക്കും ഒരേപോലെ എത്തിക്കുക എന്നുള്ളതല്ല. അതായത് നമുക്ക് അതൊരു ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഈക്വലിറ്റി അതായത് തുല്യത എന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്ന് നോക്കാം. നമ്മുടെ മൊത്തം സാമ്പത്തിക വരുമാനം നമ്മൾ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നോക്കൂ, ഇവിടെ 3 ജനങ്ങളാണുള്ളത്, 3 ടൈപ്പ് ജനങ്ങൾ. ഇതില് ഈ ഒരു പൊക്കമുള്ള വ്യക്തിയെ നമുക്ക് റിച്ച് ആയിട്ട് കണക്കാക്കാം. എന്നാൽ ഈ പൊക്കം കുറഞ്ഞ കുട്ടിയെ നമുക്കൊരു മിഡിൽ ആയിട്ട് കണക്കാക്കാം. ഈ താഴെ ഇരിക്കുന്ന ഈ ഡിസേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് പുവർ ആയിട്ട് കണക്കാക്കാം. നമ്മുടെ സൊസൈറ്റിയിൽ കാണപ്പെടുന്ന 3 സെക്ഷൻ ആണ് ഇവര്. അപ്പൊ നമ്മൾ ഈക്വലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്, സർക്കാർ ഉദ്ദേശിക്കുന്നത് സമത്വമല്ലാതെ തുല്യത എന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, എന്താണ് സംഭവിക്കുക? 3 പേർക്കും ഒരേ രീതിയിലുള്ള സഹായമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവരുടെ അളവുകളിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ജീവിത രീതിയിൽ വ്യത്യാസമുണ്ട്. ഇയാൾക്ക് ഈ ചുവന്ന ഉടുപ്പിട്ടിരിക്കുന്ന ആൾക്ക് നല്ല പൊക്കമുണ്ട്, ഈ കുട്ടിക്ക് അത്യാവശ്യത്തിന് മാത്രമേ പൊക്കമുള്ളൂ, ഇതിനോ ഒട്ടും തന്നെ പൊക്കമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സഹായമാണ്, ഒരേ രീതിയിലുള്ള സഹായമാണ് 3 പേർക്കും ചെയ്യുന്നതെങ്കിൽ ഇവർ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഇവർക്ക് സക്സസ് ആണോ? അല്ല. ഇയാൾക്ക് ഈ പുറത്ത് കാണുന്ന ചിത്രം കാണാം, എന്നാൽ ഈ കുട്ടിക്ക് വളരെ കഷ്ടപ്പെട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇയാൾക്ക് കാണാനേ സാധിക്കുന്നില്ല. എന്നാൽ ഇവർക്ക് 3 പേർക്കും കിട്ടിയിരിക്കുന്ന ധനസഹായം അല്ലെങ്കിൽ ഇവർക്ക് 3 പേർക്കും കിട്ടിയിരിക്കുന്ന അവസരം ഒന്ന് തന്നെയല്ലേ? അപ്പോൾ ഈക്വലിറ്റി, സമത്വമല്ലാതെയുള്ള ഈ തുല്യത എന്ന കാര്യം കൊണ്ട് എന്താണ് ഒരു ഉപയോഗമില്ല. എന്നാൽ സമത്വം എന്ന നമ്മുടെ 4th ഗോൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇക്വിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഈ റിച്ച് ആയിട്ടുള്ള ഈ മനുഷ്യന് ഈ ഒരു ബോക്സിന്റെ ആവശ്യമേ ഇല്ല. ആ ബോക്സും കൂടെ ഈ മിഡിൽ മാന് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ കുട്ടിക്ക് അത് നന്നായി തന്നെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു കാഴ്ച നന്നായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നോക്കൂ, ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ഈ പുവർ ആയിട്ടുള്ള ഈ മനുഷ്യൻ എന്താണ്, ഇയാൾക്ക് ഇതുപോലെയുള്ള ഒരു സഹായവും കിട്ടണം, ഈ ഡിസേബിൾ ആയിട്ടുള്ള പേഴ്സന്റെ വീൽ ചെയർ കയറ്റുവാനുള്ള ഒരു സഹായവും കിട്ടണം, കൂടാതെ ഈ ഒരു ലെവലിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി കൊണ്ടുവരികയും വേണം. അപ്പോൾ ഇത്രയും സഹായം ഇയാൾക്ക് കൊടുത്താൽ മാത്രമേ ഈ പാവപ്പെട്ട മനുഷ്യന് ഈ ഒരു കാര്യത്തെ എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ബെനിഫിറ്റ് ഓഫ് എക്കണോമിക് പ്രോസ്പെരിറ്റി റീച്ച് പുവർ സെക്ഷൻ. എന്താണ്, റിച്ച് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് മാത്രമല്ല, നമ്മുടെ ഒരു എക്കണോമിക് പ്രോസ്പെരിറ്റി നമ്മൾ എന്താണ് പുവർ സെക്ഷനിലേക്ക് കൂടെ ഇക്വിറ്റിയിൽ എത്തിച്ചാൽ മാത്രമേ, ഈക്വലിറ്റിയിലല്ല എത്തിക്കേണ്ടത്, ഇക്വിറ്റിയിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡെവലപ്മെന്റ് നമ്മളുടെ സൊസൈറ്റിയിൽ അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് 5-year പ്ലാനിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അടുത്തത്, എവറി ഇന്ത്യൻ should be able to meet his basic needs such as food, decent home, education, health care, etc. അതായത് എന്താണ്, നമ്മുടെ എല്ലാ ഇന്ത്യൻ സിറ്റിസൺസും തന്നെ എന്താണ്, അവരുടെ ബേസിക് നീഡ്സ് ആയ ഫുഡ്, ക്ലോത്ത്, ബേസിക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എന്നിവയെല്ലാം നേടിയാൽ മാത്രമേ
ഇവർക്ക് എന്താണ് ഒരു ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്തു എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ഫോർത്ത് ഗോളായ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1950 മുതൽ 1990 വരെയുള്ള ഇന്ത്യൻ 5-year പ്ലാനിന്റെ പ്രധാനപ്പെട്ട ഗോളുകൾ എന്താണെന്ന് നമ്മൾ നോക്കി. ഈ ഗോളുകളിൽ ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ ആൻഡ് ഇക്വിറ്റി, ഈ 4 ഗോളുകൾ എങ്ങനെയാണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, ട്രേഡിംഗ് സെക്ടറിൽ നമ്മൾ നേടിയെടുത്തതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ചാണ് നോക്കുന്നത്. നമുക്കറിയാം, ഇൻഡിപെൻഡൻസിന് മുൻപ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ വളരെയധികം താറുമാറായിരുന്നു. ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് ഗ്രെയിൻസ് അല്ലായിരുന്നു, ക്യാഷ് ക്രോപ്സിലായിരുന്നു അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ USA പോലെയുള്ള കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടായി. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ 75% ഓഫ് പോപ്പുലേഷൻ ആണ് ഉണ്ടായിരുന്നത്. 75%-ലധികം എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്തിരുന്ന അഗ്രികൾച്ചർ സെക്ടറാണ്. എന്നാലും അഗ്രികൾച്ചർ സെക്ടറിന്റെ ഈ വളർച്ച നമ്മുടെ എക്കോണമിയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. കാരണം എന്താണ്? ലാൻഡ് ലോഡ്സിന്റെ അല്ലെങ്കിൽ ജമീന്ദാഴ്സിനെ പോലെയുള്ള ഇന്റർമീഡിയറ്റ്സിന്റെ ഒരു കടന്നുകയറ്റം, ലോ പ്രൊഡക്ടിവിറ്റി, ഫെർട്ടിലൈസേഴ്സ് അവൈലബിൾ അല്ല, മോഡേൺ ടെക്നോളജീസ് ഇല്ല, ഇവയെല്ലാം തന്നെ അഗ്രികൾച്ചർ സെക്ടറിനെ തകിടം മറിച്ചു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ 5-year പ്ലാനിലൂടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു മാറ്റം വരുത്തിയതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ലാൻഡ് റിഫോംസ്, രണ്ടാമത്തേത് ലാൻഡ് സീലിംഗ്, മൂന്നാമത്തേത് ഗ്രീൻ റെവല്യൂഷൻ. ഈ 3 കാര്യങ്ങളിൽ എന്തിലൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലെ ഇക്വിറ്റി, മോഡേണൈസേഷൻ, പിന്നെ സെൽഫ് റിലയൻസ് എന്നിവയെല്ലാം നമ്മളുടെ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിലെ 5-year പ്ലാനിന്റെ ലക്ഷ്യങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചോ, എന്തൊക്കെയാണ് ഇവയുടെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് വളരെ വിശദമായി നോക്കാം. 5-year പ്ലാനിന്റെ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിലെ ആദ്യത്തെ മാറ്റമാണ് ലാൻഡ് റിഫോംസ്. എന്താണ് ലാൻഡ് റിഫോംസ്? ഇറ്റ് റിഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ഹോൾഡിംഗ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള മാറ്റത്തിനെയാണ് നമ്മൾ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ കൃഷിക്കാരുടെ ഒരു പ്രാധാന്യം വളരെ കുറവായിരുന്നു. അവിടെ ഇന്റർമീഡിയറ്റ്സ് ആയിരുന്ന ജമീന്ദാർസ്, ജഗീദാർസ് മുതലായവർക്കായിരുന്നു പ്രോഫിറ്റിന്റെ, അതായത് ലാഭത്തിന്റെ 1/4 പങ്കും ആസ്വദിച്ചിരുന്നവർ. എന്നാൽ ലാൻഡ് റിഫോംസ് വന്നതോടുകൂടി എന്താണ് സംഭവിച്ചത്? എ സ്റ്റെപ്പ് were taken to abolish intermediaries and make the tillers the owner of the land. അതായത് ലാൻഡ് റിഫോംസിലൂടെ ഇന്ത്യയുടെ ലീഡേഴ്സ് ഉദ്ദേശിച്ചത് ഇന്റർമീഡിയറ്റ്സ് ആയ ജമീന്ദാർസിനെയും ഒക്കെ മാറ്റിയിട്ട് ലാൻഡിൽ കൃഷി എടുക്കുന്ന കർഷകർക്ക് തന്നെ ആ ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൊടുക്കുക. അതുവഴി പ്രധാനമായും ചെയ്യാൻ കഴിയുന്നത് കർഷകരുടെ മേലെയുള്ള ഒരു സമ്മർദ്ദത്തെ കുറയ്ക്കുവാനും അവർക്ക് കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുവാനും സാധിക്കും. ഇത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു സമത്വത്തിലേക്ക് ലാൻഡ് റിഫോംസ് എന്നൊരു നയം നമ്മളെ കൊണ്ടെത്തിച്ചു. അതുകൂടാതെ ഇപ്പോൾ സ്വന്തം ഭൂമിയിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഇൻസെന്റീവ് ഉണ്ടാകും, നമുക്കൊരു ഒരു മാറ്റം ഉണ്ടാവും, നമുക്കൊരു പ്രോത്സാഹനം ഉണ്ടാവും. ഈ പ്രോത്സാഹനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരിക. കാരണം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്നതിന് മുമ്പ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ നേരിട്ടിരുന്നത് ലോ പ്രൊഡക്ടിവിറ്റിയും ഇമ്പോർട്ട് ഓഫ് ഫുഡ് ഗ്രെയിൻസുമായിരുന്നു. നമ്മൾ USA പോലെയുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചായിരുന്നു നമ്മുടെ ഫുഡ് ഗ്രെയിൻസിനെ, അതായത് ഭക്ഷ്യ വിളകളെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു തകർച്ചയാണ് കാണിക്കുന്നത്. എന്നാൽ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിന് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് 5-year പ്ലാന്റെയും അങ്ങോട്ടുള്ള പ്ലാനുകളുടെ എല്ലാം ഉദ്ദേശം.
ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ പൂർണ്ണമായും ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാണ്? അഗ്രികൾച്ചർ സെക്ടറിലെ റിഫോംസിനാണ്. അതിൽ ലാൻഡ് റിഫോംസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത്. 5 ഇയർ പ്ലാനിലൂടെ അഗ്രികൾച്ചർ സെക്ടറിൽ വന്ന മറ്റൊരു മാറ്റമാണ് ലാൻഡ് സീലിംഗ്. എന്താണ് ലാൻഡ് സീലിംഗ്? This means fixing the maximum size of land which could be owned by an individual. ഒരു വ്യക്തിക്ക് എത്രമാത്രം ഭൂമി സ്വന്തമായി വയ്ക്കാം എന്നുള്ള ഒരു അളവ് നിശ്ചയിച്ചതിനെയാണ് നമ്മൾ ലാൻഡ് സീലിംഗ് എന്ന് പറയുന്നത്. The purpose of land ceiling was to reduce the concentration of land ownership in few hands. ഈ ലാൻഡ് സീലിംഗിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികളിൽ കൂടുതൽ ലാൻഡ് കേന്ദ്രീകൃതമാകുന്നതിനെ തടയുക എന്നതാണ്. In some areas, the former zamindar making use of some loopholes in the legislation. നമുക്കറിയാം, നമ്മളൊരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ ഈ നിയമം ആരെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? ജമീന്ദാർസ് അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിലാണ് കൂടുതൽ ഭൂമി സ്വന്തമായി വെച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലാൻഡ് സീലിംഗ് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഈ ലാൻഡ് കൂടുതലായുള്ളവര് അതിനെ എതിർക്കും, അല്ലെ? 14 ഏക്കറൊക്കെ കയ്യിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അപ്പൊ 1 ഏക്കറെ കയ്യിൽ വെക്കാവുള്ളൂ എന്നൊരു നിയമം വരുമ്പോൾ എന്താണ്? ബാക്കി 13 ഏക്കറോ അയാൾക്ക് നഷ്ടമാകും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ ഒരു നിയമത്തെ, അയാൾ ഒരുപാട് സമ്പന്നനായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അതിനെ എതിർക്കും. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ജമീന്ദാർസ് അല്ലെങ്കിൽ ഈ ലാൻഡ് ലോഡ്സ് ഈ നിയമത്തെ എതിർത്തതെന്ന് നമുക്ക് നോക്കാം. The big landlords challenged the legislation in the court. കോടതിയിൽ എന്ത് ചെയ്തു? ഈ ഒരു നിയമത്തെ എതിർത്തു. പിന്നെ എന്ത് ചെയ്തു? ലാൻഡ് ഓണേഴ്സ് claimed to be self cultivators. അവരെന്ത് പറഞ്ഞു? നമ്മൾ ലാൻഡ് റിഫോംസിൽ പറഞ്ഞിട്ടുണ്ട്, ലാൻഡ് എന്ന് പറയുന്നത് ആക്ച്വൽ ടില്ലേഴ്സിന്, അതായത് അവിടെ ആരാണോ പണിയെടുക്കുന്നത് അവർക്കാണ് ലാൻഡിന്റെ അവകാശം എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിയമത്തെ എങ്ങനെ ഇവർ എതിർത്തു നോക്കുക. ലാൻഡ് റിഫോം എതിർത്തത് അവർ തന്നെയാണ്, കൾട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ജമീന്ദാർസ് തന്നെയാണ് അവിടെ അധ്വാനിക്കുന്നത് എന്ന ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവര് ആ ഒരു നിയമത്തെ എതിർത്തത്. പിന്നെ അടുത്ത എന്ത് ചെയ്തു? രജിസ്റ്റർ ദെയർ ലാൻഡ്സ് ഇൻ ദ നെയിം ഓഫ് ക്ലോസ് റിലേറ്റീവ്സ്. അതായത് അവരുടെ തന്നെ ബന്ധുക്കളുടെ പേരിൽ ഈ കൂടുതൽ വരുന്ന ലാൻഡ് അവർ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്ത ലാൻഡ് ഈ പറയുന്ന ലാൻഡ് ലോഡ്സിൽ തന്നെ കേന്ദ്രീകൃതമായിരിക്കും, അല്ലാതെ കർഷകരിലേക്ക് ഇത് എത്തിപ്പെടുകയില്ല. അപ്പോൾ ഈ നിയമം എങ്ങനെയാണ് ഇവർ തകർത്തത്, അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ഒരു പഴുതുണ്ടാക്കിയത് ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നതാണ് നമ്മളിവിടെ ഇപ്പോൾ നോക്കിയത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും land reforms were successful in Kerala and West Bengal because these states had governments committed to the policy of land to the tillers. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ എന്താണ്, കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ഈ ലാൻഡ് സീലിംഗ് എന്ന നിയമം വളരെ നന്നായി തന്നെ മുന്നോട്ട് പോയി. കാരണം എന്താണ്? അന്നത്തെ ഗവൺമെന്റ് വളരെ കർശനമായിട്ടും വളരെ കമ്മിറ്റ്മെന്റോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു ഫീൽഡിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും വളരെ നല്ല രീതിയിൽ തന്നെ ലാൻഡ് ഈക്വൽ ആയിട്ട്, അല്ലെങ്കിൽ അതിലൊരു ഇക്വിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. കർഷകർക്ക് ലാൻഡ് ലഭ്യമാക്കാനും നമ്മളുടെ ഇക്വിറ്റി എന്ന ഒരു ഒബ്ജക്റ്റീവിനെ നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ നേടിയെടുക്കുവാനും സാധിച്ചു. ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിന് വന്ന മറ്റൊരു മാറ്റമാണ് ഗ്രീൻ റവല്യൂഷൻ. എന്താണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. The Green Revolution in India refers to a period when Indian agriculture was converted into an industrial system due to the adoption of modern methods and technologies such as the use of high yield variety seeds, tractors, irrigation facilities, pesticides and fertilizers. അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിനെ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മാറ്റിയ ഒരു സമയത്തെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്.
അതായത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ വെറും സാധാരണ രീതിയിലുള്ള മെത്തേഡ്സ് അല്ലെ സീഡ്സ് എന്താണ് കലപ്പ പിന്നെ എന്താണ് വളം ചാണകം അങ്ങനെയുള്ള വളരെ വില കുറഞ്ഞതും നമുക്ക് ഫെർട്ടിലൈസേഴ്സ് പെട്ടെന്ന് അവൈലബിളുമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ പോലെയുള്ള ഒരു ടെക്നോളജിക്കൽ അഡോപ്ഷൻ അഗ്രികൾച്ചർ സെക്ടറിൽ വന്നത് ഒരു സമയത്തെയാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന പേരിൽ അഗ്രികൾച്ചർ സെക്ടറിനെ വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷനിൽ അഗ്രികൾച്ചർ സെക്ടറിന് വന്ന മാറ്റം എന്തൊക്കെയാണ്? ടെക്നോളജിക്കൽ അഡോപ്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ടെക്നോളജിയിൽ തന്നെ ട്രാക്ടേഴ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഹൈ yield വെറൈറ്റി സീഡ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഹൈ yield വെറൈറ്റി സീഡും നമ്മുടെ നോർമൽ സീഡുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ട്രഡീഷണൽ സീഡ്, അതായത് നമ്മൾ ഗ്രീൻ റെവല്യൂഷന് മുൻപ് യൂസ് ചെയ്തിരുന്ന സീഡിന്റെ പ്രത്യേകത എന്താണ്? ലോ പ്രൊഡക്ഷൻ ആയിരുന്നു ആ ട്രഡീഷണൽ സീഡിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഹൈ yield വെറൈറ്റി സീഡ്സിന്റെ ഒരു പ്രത്യേകത എന്താണ്? ബെറ്റർ ക്വാളിറ്റി നൽകുന്ന, കൂടുതൽ പ്രൊഡക്ഷൻ നൽകുന്ന സീഡ്സിനെയാണ് നമ്മൾ ഹൈ yield വെറൈറ്റി സീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ട്രഡീഷണൽ സീഡ് ലോ yield ഓഫ് ക്രോപ്സ് ആണ്, നമുക്ക് വളരെ കുറഞ്ഞ പ്രൊഡക്ഷനേ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ എന്താണ്? പ്രൊഡ്യൂസ് മെനി ക്രോപ്സ് വിത്ത് ബെറ്റർ ക്വാളിറ്റി ആണ്. അടുത്തത് ട്രഡീഷണൽ സീഡിന്റെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു? ഒരുപാട് സമയം എടുക്കും ഈ ചെടികൾ പാകമാകാൻ, അല്ലെ, ഗ്രോ ചെയ്യാൻ. ടേക്ക് മോർ ടൈം ടു ഗ്രോ ഇൻ ടു ക്രോപ്സ്, അതായത് വിളയാകാനായിട്ട് ഒരുപാട് സമയം എടുക്കും. എന്നാൽ ഹൈ yield വെറൈറ്റി സീഡിന്റെ ഒരു പ്രത്യേകത ലെസ് ടൈം ടു ഗ്രോ, കുറച്ച് സമയം എടുക്കത്തുള്ളൂ ഇത് വലുതാവാൻ. അടുത്ത ഗ്രീൻ റെവല്യൂഷനിൽ നമ്മൾ ട്രഡീഷണൽ സീഡ് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? ദീസ് സീഡ്സ് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ, അല്ലേ? ട്രഡീഷണൽ സീഡിനാണെങ്കിൽ എന്താണ്? വളരെ കുറഞ്ഞ അളവിലുള്ള വെള്ളം മാത്രം മതി, ഇറിഗേഷൻ ഫെസിലിറ്റി കൊടുത്താൽ മതി. എന്നാൽ ഹൈ yield വെറൈറ്റി സീഡ് ആണെങ്കിൽ എന്താണ്? മോർ എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ, നമുക്ക് ജലസേചനത്തിന് കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. ഹൈ yield വെറൈറ്റി സീഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. അടുത്തത് ട്രഡീഷണൽ സീഡ് ആണെങ്കിൽ എന്താണ്? നോട്ട് ഹാംഫുൾ ഫോർ ദ സോയിൽ, അതായത് നമുക്കറിയാം വളരെ പതിയെ അത് വലുതാവത്തുള്ളൂ, കുറച്ച് വെള്ളം മതി. അതുകൊണ്ട് തന്നെ എന്താണ്? നമ്മുടെ മണ്ണിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലായിരുന്നു ട്രഡീഷണൽ സീഡ്സ്. എന്നാൽ ഹൈ yield വെറൈറ്റി സീഡ്സിന്റെ ആണെങ്കിലോ ആർ ഹാംഫുൾ ടു ദ സോയിൽ, വളരെ ഹാംഫുൾ ആയിട്ടുള്ളതാണ് സോയിലിന്. അടുത്തൊരു പ്രത്യേകത എന്താണ്? ട്രഡീഷണൽ സീഡിന്റെ ആർ എക്കണോമിക് ഓർ ലെസ് എക്സ്പെൻസീവ്, നമുക്ക് താങ്ങാൻ കഴിയുന്ന ചെലവ് മാത്രമേ എന്താണ് ട്രഡീഷണൽ സീഡിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിന്റെ എന്താണ് പ്രൊഡക്ഷൻ കുറവാണ്, അത് വളരുവാനുള്ള സമയവും കൂടുതൽ വേണം. എന്നാൽ ഹൈ yield വെറൈറ്റി സീഡ്സിന്റെ അത് സീഡ്സ് ആർ എക്സ്പെൻസീവ് ഇൻ നേച്ചർ, അല്ലെ? കമ്പയർഡ് ടു ട്രഡീഷണൽ സീഡ്സ് ഹൈ yield വെറൈറ്റി സീഡ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അടുത്തത് ട്രഡീഷണൽ സീഡ്സ് ഡു നോട്ട് റിക്വയർ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ്, അല്ലെ? അതായത് ഇതിന് എന്താണ് പെസ്റ്റിസൈഡ്, കീടനാശിനികളുടെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു ട്രഡീഷണൽ സീഡ്സിന്. ഹൈ yield വെറൈറ്റി സീഡ്സിന്റെ എന്താണ്? റിക്വയർ ആൻ ഇന്റൻസീവ് എമൗണ്ട് ഓഫ്, വളരെ കൂടിയ ഒരു എമൗണ്ടിൽ തന്നെ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതൊക്കെ തന്നെ നമ്മുടെ മണ്ണിനെ ചീത്തയാക്കും, നമ്മുടെ ആരോഗ്യത്തിനും പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് ട്രഡീഷണൽ സീഡും ഹൈ yield വെറൈറ്റി സീഡ്സുമായിട്ടുള്ള പ്രത്യേകത. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഗ്രീൻ റെവല്യൂഷൻ എങ്ങനെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിന് ഒരു പുത്തൻ ഉണർവ് നൽകിയതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിലെ ഗ്രീൻ റെവല്യൂഷൻ എങ്ങനെയാണ് സഹായിച്ചതെന്ന് നമുക്ക് നോക്കാം. The stagnation in agriculture during the colonial rule was permanently broken by the Green Revolution.
കൊളോണിയൽ റൂളിന്റെ സമയത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ നേരിട്ടിരുന്ന സ്റ്റാഗ്നേഷനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഗ്രീൻ റവല്യൂഷൻ സഹായിച്ചു. In the first phase of Green Revolution, the mid-1960s up to mid-1970s, the use of high-yield variety seeds was restricted to the more affluent states such as Punjab, Andhra Pradesh and Tamil Nadu because high-yield variety seeds required reliable irrigation facilities as well as financial resources to purchase fertilizer and pesticides. നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ 5-year പ്ലാന്റെ മിഡിൽ ഒരു പകുതിയിൽ 1960 മുതൽ 1970 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹൈ yield വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചിരുന്നത് ഇത്തിരി പ്രഗത്ഭമായ അല്ലെങ്കിൽ ഇത്തിരി സമ്പത്തുള്ള സ്റ്റേറ്റ്സ് മാത്രമായിരുന്നു. അതായത് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് മുതലായ സ്റ്റേറ്റ്സ് മാത്രമായിരുന്നു അത് യൂസ് ചെയ്തിരുന്നത്. അതിന്റെ പ്രധാന കാരണം നമുക്കറിയാം ഹൈ yield വെറൈറ്റി സീഡ്സിന്റെ പ്രത്യേകത നമ്മൾ നോക്കിയതാണ്. എന്തൊക്കെയാണ്? അവിടെ കൂടുതൽ പെസ്റ്റിസൈഡ്സ് വേണം, ഫെർട്ടിലൈസേഴ്സ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അതിൻ്റെ ഒരു അളവില് പ്രപ്പോർഷനിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, വാട്ടർ സപ്ലൈയുടെ ആവശ്യം കൂടുതലാണ്, പിന്നെ എന്താണ് ഇറിഗേഷൻ ഫെസിലിറ്റീസിന്റെ അവൈലബിലിറ്റി വേണം, പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസർ മുതലായ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഹൈ yield വെറൈറ്റി സീഡ്സിനെ നമുക്ക് കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ സമയത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിലുള്ള കർഷകർക്ക് അതിന്റെ ഒരു അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വളരെ കുറഞ്ഞ സ്ഥലത്ത് ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട് മുതലായ കുറഞ്ഞ സ്റ്റേറ്റ്സിൽ മാത്രമേ ഈ ഹൈ yield വെറൈറ്റി സീഡ്സിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. In the second phase, mid-1970s to mid-1980s, the high yield variety technology spread to a large number of states. Second phase ൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഈ ഹൈ yield variety സീഡ്സ് കൂടുതൽ സ്റ്റേറ്റ്സിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. It enabled India to achieve self-sufficiency in food grains. ഇതെന്ത് ചെയ്തു? ഇന്ത്യയെ മൊത്തത്തിൽ ഒരു ഫുഡിന്റെ കാര്യത്തിൽ ഒരു സെൽഫ് സഫിഷ്യന്റ് ആക്കി മാറ്റി. അതായിരുന്നു നമ്മുടെ ഇന്ത്യൻ 5-year പ്ലാൻസിന്റെ ഒരു ഉദ്ദേശം തന്നെ. നമ്മൾ വരുന്നത് എന്താണ്? ഇക്വിറ്റി, സെൽഫ് റിലയൻസ്, മോഡേണൈസേഷൻ. അപ്പോൾ ഇതെല്ലാം തന്നെ ഗ്രീൻ റെവല്യൂഷൻ സാധ്യമാക്കി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. സെൽഫ് സഫിഷ്യൻസി ഫുഡ് ഗ്രെയിൻസിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. നമ്മൾ അമേരിക്കയെ പോലെയുള്ള കൺട്രീനെ വളരെ വലുതായി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ ഗ്രീൻ റെവല്യൂഷൻ നമ്മളെ ഒരു സെൽഫ് സഫിഷ്യന്റ് ആക്കി മാറ്റി. A good proportion of the rice and wheat produced during the Green Revolution period was sold by the farmers in the market. As a result, the price of food grains declined. The low-income groups benefited from this decline in relative price. അതായത് നമുക്കറിയാം ഗ്രീൻ റെവല്യൂഷൻ വന്നതോടുകൂടെ എന്താണ് വളരെ വലിയൊരു പ്രപ്പോർഷനിൽ നമുക്ക് ഫുഡ് ഗ്രെയിൻസ് ഉണ്ടാക്കുവാൻ സാധിച്ചു. നമുക്ക് സെൽഫ് സഫിഷ്യന്റ് ആയി. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വന്നപ്പോഴും നമ്മുടെ ഫാമേഴ്സ് എന്ത് ചെയ്തു? ഫാമേഴ്സ് ഇവർക്ക് കിട്ടുന്ന ഈ ലാഭം വരുന്ന ഈ പ്രൊഡക്ഷൻ ഇവര് സ്വന്തമായി വീട്ടിൽ സൂക്ഷിച്ചു വെക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ എക്കോണമിയിൽ ഔട്ട്പുട്ട് കൂടുന്നുണ്ട്, നമ്മൾ ഉൽപാദനക്ഷമത കൂടുന്നുണ്ട്, പക്ഷേ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തുന്നില്ല. അത് ഒരു പ്രശ്നത്തിന് കാരണമാക്കിയിരുന്നു. എന്നാൽ പിന്നെ എന്ത് ചെയ്തു? എക്കോണമിയിൽ അവര് സാധനങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങിയതോടുകൂടെ ഹൈ yield വെറൈറ്റി സീഡ്സ് ഒക്കെ ഉപയോഗിച്ച് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ സാധനങ്ങൾ കൂടുതലായി നമുക്ക് ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് എക്സസ് ആയിട്ട് വരുന്ന പ്രോഡക്ട്സ് അവരെന്ത് ചെയ്തു? മാർക്കറ്റിൽ അവൈലബിൾ ആക്കി. ഈ മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയതോടുകൂടെ എന്താണ്? നമ്മുടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ അത് ലഭിക്കാൻ തുടങ്ങി. സാധനം നമുക്കറിയാം, സാധനത്തിന്റെ സപ്ലൈ വളരെ കുറവാണെങ്കിൽ അതിന്റെ എന്താണ് പ്രൈസ് വളരെ കൂടുതലായിരിക്കും അല്ലെ? സപ്ലൈ വളരെ കുറവാണെങ്കിൽ പ്രൈസ് വളരെ കൂടുതൽ, ഡിമാൻഡ് കൂടുതലാണെങ്കിലും പ്രൈസ് കൂടും. അപ്പൊ അതുപോലെ ഇവിടെ എന്താണ്? സാധനങ്ങൾ മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങിയതോടുകൂടെ ലോ ഇൻകം ഗ്രൂപ്പിനും വളരെ കുറഞ്ഞ ചെലവില് എന്താണ് സാധനങ്ങൾ വാങ്ങാൻ സാധിച്ചു.
അതുകൂടാതെ നമുക്കൊരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിച്ചു. ഇതുപോലെ the proportion of agricultural produce which is sold in the market by the farmers is called marketed surplus. The proportion of agricultural produce, അതായത് നമ്മൾ എത്ര ഭാഗമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നമ്മൾ അഗ്രികൾച്ചർ ഒരു മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആ ഒരു പ്രപ്പോർഷനാണ് നമ്മൾ മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മാർക്കറ്റഡ് സർപ്ലസ് ആദ്യം കർഷകർ എന്ത് ചെയ്യുമായിരുന്നു, സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഗോഡൗണിൽ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ശേഷം അവർക്ക് കുറച്ചുകൂടെ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു, അവർ സർപ്ലസ് ആയിട്ട് വരുന്നത് മാർക്കറ്റിലേക്ക് എത്തിക്കുകയും ഈ മാർക്കറ്റിൽ എത്തിച്ചത് വഴി എന്താണ്, സാധാരണ ജനങ്ങൾക്ക് അത് അവൈലബിൾ ആവുകയും ചെയ്തു. ഇത് ഗ്രീൻ റെവല്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഗ്രീൻ റെവല്യൂഷന്റെ ഒരു അഡ്വാൻറ്റേജസ് ആണെന്ന് നമുക്ക് പറയാം. ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാക്കിയ എല്ലാ നല്ല വശങ്ങളും നമ്മൾ കണ്ടതാണ്. ഇനി ഗ്രീൻ റെവല്യൂഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അവ എങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റ് നീക്കിയത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. Increase in the disparities between small and big farmers. ഗ്രീൻ റെവല്യൂഷന്റെ ഒരു പ്രധാന പ്രശ്നമായിരുന്നു സ്മോൾ ഫാമേഴ്സും ചെറുകിട ഫാമേഴ്സും വലിയ ഫാമേഴ്സും തമ്മിലുള്ള ഒരു അന്തരത്തെ വളരെ വലിയ രീതിയിൽ അത് കൂട്ടി എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ലാൻഡ് റിഫോംസ്, ലാൻഡ് സീലിംഗ് മുതലായ നയങ്ങൾ രണ്ട് രീതിയിലുള്ള ഫാമേഴ്സിനെയാണ് അഗ്രികൾച്ചർ സെക്ടറിന് കൊടുത്തത്. ഒന്ന്, വളരെ അധികം വരുമാനം അല്ലെങ്കിൽ സമ്പത്തുള്ള ഒരു സെക്ഷൻ ഫാമേഴ്സിനെയും കർഷകരായി തന്നെ വന്ന അല്ലെങ്കിൽ ലാൻഡിന് ഉടമകളായി മാറിയ ഫാമേഴ്സിനെയും നമുക്കറിയാം. അപ്പോൾ ഇവർ രണ്ട് രീതിയിലുള്ള ഫാമേഴ്സ് ആണ്. ഇവർക്ക് പല രീതിയിലുള്ള അന്തരങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ പുതിയ ടെക്നോളജീസ്, ഫെർട്ടിലൈസർ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്ത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ സമ്പത്തുള്ള ബിഗ് ഫാമേഴ്സ് എന്ത് ചെയ്യും, ഈ ഉള്ള ടെക്നോളജീസ്, ഫെർട്ടിലൈസർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി നടത്തുകയും എന്നാൽ സാധാരണ കൃഷിക്കാർക്ക് ഇതുപോലെയുള്ള യാതൊരുവിധ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാനോ സാധിക്കാതെ വരികയും ചെയ്തു. അതുമൂലം എന്തു പറ്റി, ബിഗ് ഫാമേഴ്സും സ്മോൾ ഫാമേഴ്സും തമ്മിലുള്ള ഒരു അന്തരം വളരെ വലുതായി കൂടി എന്ന് നമുക്ക് പറയാം. High yield variety crops were also more prone to attack by pests, and the small farmers who adopted new technology could lose everything in the pest attack. നമുക്കറിയാം, സ്മോൾ ഫാമേഴ്സ് ഇതുപോലെയുള്ള ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്ത് കൃഷി ചെയ്ത് കഷ്ടപ്പെട്ടവർ കൃഷി ഇറക്കി വിളകളായി കഴിയുമ്പോൾ ഇതുപോലെയുള്ള പെസ്റ്റുകളൊക്കെ വരുന്നത്, അതായത് നമുക്കറിയാം, നമ്മൾ കുറേ അധികം പെസ്റ്റുകൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി, അതുപോലെ മൺസൂൺ, മഴക്കെടുതി, പിന്നെ എന്താണ് വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ്, കർഷകർക്ക് വളരെയധികം നഷ്ടമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങൾ കർഷകരെ, സ്മോൾ ഫാമേഴ്സിനെ പ്രത്യേകിച്ച് കടക്കെണിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. അപ്പോൾ ഹൈ yield വെറൈറ്റി ക്രോപ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പെസ്റ്റിന്റെ അറ്റാക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് കർഷകരെ കൂടുതൽ തളർത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മെഷേഴ്സ് ഉണ്ട് ഈ പ്രശ്നങ്ങളെ നേരിടാൻ. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. The government provide loans at a low interest rate and subsidy fertilizers so the small farmers could also have access to the needed input. അതായത് ഗവൺമെന്റ് സ്മോൾ ഫാമേഴ്സിന് അവരുടെ ആവശ്യത്തിനുള്ള ഇൻപുട്സ്, അതായത് നമുക്കറിയാം ഫെർട്ടിലൈസർ, ട്രാക്ടർ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സബ്സിഡി കൊടുക്കുകയും കുറഞ്ഞ പലിശയിൽ ലോൺ ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. ഇത് ഗ്രീൻ റെവല്യൂഷനിൽ കർഷകർ നേരിട്ട പ്രശ്നങ്ങൾക്ക്, സ്മോൾ ഫാമേഴ്സ് നേരിട്ട പ്രശ്നങ്ങൾക്ക് ഒരു വലിയ രീതിയിലുള്ള പരിഹാരമായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫെർട്ടിലൈസർ സബ്സിഡി ഡസ് നോട്ട് ബെനിഫിറ്റ് ദ ടാർഗറ്റഡ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഈസ് എ ഹ്യൂജ് ബർഡൻ ഓൺ ദ ഗവൺമെന്റ് ഫിനാൻസ്. ഈ ഫെർട്ടിലൈസറിന് സബ്സിഡി ഒക്കെ കൊടുത്തുവെങ്കിലും തന്നെ നമുക്ക് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെയുള്ള സബ്സിഡീസ് കിട്ടുന്നത് ആർക്കായിരിക്കും, പാവപ്പെട്ട കർഷകർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഗവൺമെന്റ് കൊടുക്കുന്നതെങ്കിലും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല.
എവിടെ കിട്ടും, എങ്ങനെയാണത്, അതിൻ്റെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള അറിവില്ലാത്തത് കാരണം എന്ത് പറ്റും, ഈ ഫെർട്ടിലൈസർ സബ്സിഡിയും ലോണും ഒക്കെ തന്നെ ബിഗ് ഫാമേഴ്സിന്, സാമ്പത്തികമായ ഉന്നമതിയിൽ നിൽക്കുന്ന ഫാമേഴ്സ് തന്നെ ഈ സബ്സിഡിയൊക്കെ മേടിച്ചു കൂട്ടും. അപ്പോൾ ഇതുകൊണ്ട് ആരെയാണോ ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്ത് ലക്ഷ്യം വെച്ചത് സ്മോൾ ഫാമേഴ്സിനെയാണ്, അവരുടെ പ്രശ്നത്തെ കുറക്കുവാനാണ്. എന്നാലും ഇത് ബിഗ് ഫാമേഴ്സിനാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അതുകൂടാതെ the risk of pest attack was reduced by research institutes established by the government. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്തു, പെസ്റ്റ് അറ്റാക്കിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പെസ്റ്റ് അറ്റാക്ക് അതുപോലെയുള്ള സീഡ്സിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഡ്രോട്ട് കൺട്രോൾ ചെയ്യാനുള്ള സീഡ്സ് ഒക്കെ, വെറൈറ്റി സീഡ്സ് ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം പൊക്കം കുറഞ്ഞ ചെടികളൊക്കെ ഉണ്ട് ഇപ്പോൾ, അതൊക്കെ, അല്ലെങ്കിൽ എന്താണ് ഈ പെസ്റ്റിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് ഫെർട്ടിലൈസർ, അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആ മണ്ണിന് ഏതാണോ അനുയോജ്യമായി വരുന്നത് ആ പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസർ, പിന്നെ എന്താണ് കളകളെയൊക്കെ കളയാൻ പറ്റുന്നത്, അതുകൂടാതെ മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളെ ഒരു റിസർച്ചിലൂടെ കണ്ടെത്തി ആ ഒരു മേഖലയ്ക്ക് എന്താണോ ആവശ്യം ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക എന്ന രീതിയിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഗവൺമെൻറ്. ഇത് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു പുതിയ ഉണർവിന് അല്ലെങ്കിൽ പുതിയൊരു മാറ്റത്തിന്, ഒരു റിസർച്ചിന്, ഒരു കണ്ടുപിടുത്തത്തിന് വഴിവെച്ചു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവയൊക്കെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിന് ഗ്രീൻ റെവല്യൂഷൻ കൊടുത്ത നേട്ടങ്ങൾ, അല്ലെങ്കിൽ കൊടുത്ത ഓരോ മുന്നൊരുക്കങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് വളർച്ചയ്ക്ക് കാരണമായ കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഒരു ഗ്രീൻ റെവല്യൂഷൻ ടൈമിൽ, അല്ലെങ്കിൽ എന്താണ് 5 ഇയർ പ്ലാൻ്റെ 1950 to 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ അഗ്രികൾച്ചർ സെക്ടറിന് എന്തൊക്കെ മാറ്റമുണ്ടായി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പുരോഗമനത്തിൻ്റെ ലെവൽ, അളവ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. Late 1960s, Indian agricultural productivity had increased sufficiently to enable the country to be self-sufficient in food grains. നമ്മൾ കണ്ടു 1960s അവസാനങ്ങളിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിലെ പ്രൊഡക്ടിവിറ്റി, അതിൻ്റെ ഉൽപാദനക്ഷമത വളരെ വലുതായി കൂടുകയുണ്ടായി. അത് എന്താണ്, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരു ക്ഷാമമില്ലാതെ മാറ്റി. അതുകൂടാതെ നമ്മളെ സ്വയം പര്യാപ്തമാക്കി, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ സ്വയം പര്യാപ്തമായി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. In India, between 1950 to 1919, the proportion of GDP contributed by the agriculture declined significantly, but not the population depending on it. നമുക്ക് കാണാൻ സാധിക്കും 1950 മുതൽ 1990 വരെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലുള്ള അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതിൻ്റെ ഒരു സംഭാവന കുറഞ്ഞു വരുന്നതായാണ് നമ്മൾ കണ്ടത്. അതെ, അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 1950s എത്രയായിരുന്നു, 67.5% ആയിരുന്നു ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എങ്കിൽ 1919 ആയപ്പോൾ 64 ആയിട്ട് അത് കുറഞ്ഞു. അപ്പോൾ 67ൽ നിന്ന് 64ലേക്കാണ് പോയത്, 67ൽ നിന്ന് മുകളിലോട്ടല്ല പോയത്. അപ്പോൾ അത് കാണിക്കുന്ന എന്താണ്, അത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലുണ്ടായ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഒരു കുറവിനെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടർ ആണെന്ന് പറഞ്ഞിട്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ഒരു കുറവ് വരാൻ കാരണം എന്തായിരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള എക്സസ് ആയിട്ട് വരുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ ലേബേഴ്സോ മറ്റു ഫീൽഡിലേക്ക്, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലോട്ടൊക്കെ മാറാതിരുന്നത് എന്തായിരിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ബിക്കോസ് industrial sector and the service sector did not absorb the people working in the agriculture sector.
നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെ ഇൻഡസ്ട്രിയൽ സെക്ടറോ സർവീസ് സെക്ടറോ അങ്ങോട്ടേക്ക് ആകർഷിച്ചില്ല. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറും സർവീസ് സെക്ടറും ആ സമയങ്ങളിൽ ഒരു ഉന്നതിയിലായിരുന്നില്ല എന്നത് തന്നെയാണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ ഓവർ പോപ്പുലേഷൻ വരാനും ഉള്ള ഒരു പ്രധാന കാരണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഇൻഡസ്ട്രി. നമുക്കറിയാം, ഇൻഡിപെൻഡൻസിന് മുൻപ് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു വ്യവസായം മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ജൂട്ട്, കോട്ടൺ മുതലായവയുടെ. അവയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ചെറിയ രീതിയിലുള്ളതും വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് മുംബൈ, സൂററ്റ് അങ്ങനെയുള്ള വളരെ എണ്ണത്തിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇൻഡസ്ട്രീസ് നമുക്കുണ്ടായി. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്താണ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഡസ്ട്രിയാണ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ 5 ഇയർ പ്ലാൻസ് വന്നതോടുകൂടി എക്കണോമിസ്റ്റുകൾ കണ്ടെത്തുകയാണ്, ഒരു പാവപ്പെട്ട ഒരു കൺട്രിക്ക് ഒരു ഉയർച്ചയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഇൻഡസ്ട്രിയൽ സെക്ടർ തന്നെ ഉണ്ടായാൽ മാത്രമേ ആ കൺട്രിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെങ്കിലും അഗ്രികൾച്ചർ സെക്ടറിനേക്കാൾ കൂടുതൽ ആൾക്കാരെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു രാജ്യത്തിന് പ്രോസ്പെരിറ്റിയിൽ, ഉയർച്ചയിൽ, ഉന്നതിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 5 ഇയർ പ്ലാൻസ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി ഇൻഡസ്ട്രിയൽ സെക്ടറിനെ എന്താണ് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഇന്ത്യ കൊണ്ടുവന്ന മാറ്റം, അതെങ്ങനെ ഇന്ത്യൻ സെക്ടേഴ്സിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റിനെ പ്രോത്സാഹിപ്പിച്ചു, എന്തൊക്കെ മാറ്റമാണ് കൊണ്ടുവന്നത് എന്നൊക്കെ നമുക്ക് വളരെ വിശദമായി നോക്കാം. 5 ഇയർ പ്ലാനിലൂടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റമാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ട് 1956. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ട് 1956നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇന്ത്യയിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു പാക്കേജ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇവ എങ്ങനെയാണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ഒരു പുതിയൊരു രൂപത്തിലേക്ക് ഇന്ത്യയെ മാറ്റാൻ സഹായിച്ചതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. എന്തൊക്കെയായിരുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് നമ്മൾ പ്രൈവറ്റ് സെക്ടറിനോ പബ്ലിക് സെക്ടറിനാണോ പ്രാധാന്യം കൊടുത്തതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. At the time of independence, Indian industrialists did not have the capital to undertake investment in industrial requirement, nor was the market big enough to encourage industrialists to undertake major projects. നമുക്കറിയാം, നമ്മുടെ ഇൻഡിപെൻഡൻസ് ലഭിച്ചതിന് ശേഷമുള്ള സമയത്ത് ഇന്ത്യയുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് വളരെ ദാരുണമായിരുന്നു. നമുക്കറിയാം, വളരെ കുറച്ച് ഇൻഡസ്ട്രീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇൻഡസ്ട്രീസിൽ പോലും ക്യാപിറ്റലിനും മോഡേണൈസേഷനും പിന്നെ എന്താണ് ലേബേഴ്സിനും ഒക്കെ വേണ്ടി കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പ്രൈവറ്റ് സെക്ടറിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, പബ്ലിക് സെക്ടറിനാണോ എന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മുടെ എക്കോണമി എടുത്തത് ഒരു മിക്സഡ് എക്കോണമി ആയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ കയ്യിൽ ക്യാപിറ്റലോ അതുപോലെ തന്നെ മാർക്കറ്റോ ഉണ്ടായിരുന്നില്ല. ക്യാപിറ്റലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സ് വന്നാൽ തന്നെ അവർക്ക് സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കാൻ തക്ക രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ജനങ്ങളുടെ കയ്യിലും ആവശ്യത്തിന് കാശ് ഉണ്ടായിരുന്നില്ല സാധനങ്ങൾ വാങ്ങാൻ. പിന്നെ അതുപോലെ തന്നെ ഇവര് പുതിയ ടെക്നോളജീസ് ഇറക്കണമെന്നുണ്ടെങ്കിലും പുതിയ എക്യുപ്മെന്റ്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും
അതിനുള്ള ചെലവും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഒരു അവസ്ഥ വളരെ ദാരുണമായിരുന്നു. സോഷ്യലിസ്റ്റ് ലൈൻ ലീഡ് ടു ദ പോളിസി ഓഫ് ദ സ്റ്റേറ്റ് കൺട്രോളിങ് ദ എക്കോണമി. നമുക്കറിയാം നമ്മുടെ എക്കോണമി ഒരു മിക്സഡ് എക്കോണമി ആയിട്ടാണ് എടുത്തിരുന്നതെങ്കിലും അതിന് ഒരു സോഷ്യലിസ്റ്റിക് നേച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഒരു എക്കോണമി ഏത് രീതിയിൽ വരണം എന്നുള്ളതിനുള്ള ഒരു തീരുമാനം എടുത്തത്. എന്നാൽ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ആർക്കായിരുന്നു? മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാലും സോഷ്യലിസത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം. സോഷ്യലിസ്റ്റിൽ എന്താണ് കൂടുതൽ സ്റ്റേറ്റിനാണ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനാണ് ആ ഒരു സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എന്തുൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ഒരു കാര്യം തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആയിരുന്നു. അതിനെയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ മിക്സഡ് എക്കോണമി ആണ് ഇന്ത്യ എന്നാലും അതിനൊരു സോഷ്യലിസ്റ്റിക് നേച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. The state would have complete control of these industries that were vital for the economy. നമ്മുടെ എക്കോണമിക്ക് അത്യാവശ്യമായിട്ട് വരുന്ന, നമുക്കറിയാം നമുക്ക് കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നുള്ളൂ. അവ എന്തൊക്കെയാണ്? ജൂട്ട്, കോട്ടൺ, പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. അത് മാത്രം പോരാ, നമുക്ക് വളരെ അധികം എണ്ണത്തിലൊരു വർധനവ് വരണം, വെറൈറ്റി ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വരണം അല്ലെ. ജൂട്ടും കോട്ടണും മാത്രം പോരാ, നമുക്ക് ഷുഗർ ഇൻഡസ്ട്രീസ് വേണം, പിന്നെ അതുപോലെ തന്നെ പല ഇൻഡസ്ട്രീസിന്റെയും ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു വളർച്ച ഉണ്ടാക്കണമെങ്കിൽ സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ, ആ ഗവൺമെന്റ് കൂടുതൽ ധനസഹായങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് കൂടുതൽ എക്കോണമിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രീസിന് കൂടുതൽ പ്രാധാന്യം ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് തന്നെയാണ് കൊടുത്തത്. The policies of private sector would have to complementary to those of the public sector. അപ്പോൾ പബ്ലിക് സെക്ടർ മാത്രം മതിയോ, അതായത് ഗവൺമെന്റ് സെക്ടർ മാത്രം മതിയോ? പോരാ, പ്രൈവറ്റ് സെക്ടറിന്റെയും ഒരു ഇൻവോൾവ്മെന്റ് വേണം. അപ്പോൾ പ്രൈവറ്റ് സെക്ടറെ എപ്പോഴും പബ്ലിക് സെക്ടറിന്റെ നിയമങ്ങളുമായി ചേർന്ന് അല്ലെങ്കിൽ അതുമായിട്ടൊരു കോംപ്ലിമെന്ററി ആയിട്ട് വേണം പോകാൻ, ഒരുമിച്ച് ചേർന്ന് പരസ്പര പൂരകങ്ങളായിട്ട് വേണം പോകാൻ. അപ്പോൾ അതിന് പ്രൈവറ്റ് സെക്ടറിനെ നയിക്കുന്ന കുറച്ച് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒക്കെ ആയിരുന്നു ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുത്തത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റില് ഇന്ത്യ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പബ്ലിക് സെക്ടറിനായിരുന്നു. അപ്പോൾ പബ്ലിക് സെക്ടറിന് കൂടുതൽ കൺട്രോൾ വരുമ്പോൾ ഇന്ത്യ നടപ്പിലാക്കിയ ഒരു പുതിയ നയമാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 എന്നത്. എന്നാൽ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ട് ഫസ്റ്റ് വന്നത് 1948ലാണ്. അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 വന്നത്. എന്താണ് 1956 പറയുന്നത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു IPR, അതായത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, ഇൻക്രീസ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ഇൻ ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓഫ് ദ എക്കോണമി. ദ പർപ്പസ് ഓഫ് ദിസ് പോളിസി വാസ് ടു പ്രൊമോട്ട് റീജിയണൽ ഇക്വിറ്റി. അതായത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റില് പബ്ലിക് സെക്ടറിന്റെ ഒരു റോളിനെ വൈഡൻ ചെയ്യിപ്പിക്കുക എന്നതാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവായിട്ട്, ലക്ഷ്യമായിട്ട് എടുത്തത് ഒരു റീജിയണൽ ഇക്വിറ്റി കൊണ്ടുവരിക എന്നതാണ്. റീജിയണൽ ആയിട്ടൊരു ഈക്വലിറ്റി നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരിക. അതായത് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയെ അവർ കണ്ടിരുന്നത് വളരെ പുതിയതായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു രാജ്യമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പുതിയ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റത്തിന് നമ്മൾ ഒരു അഗ്രികൾച്ചർ സെക്ടറിനല്ല, കൂടുതൽ ഇൻഡസ്ട്രിയൽ സെക്ടറിന് പ്രാധാന്യം കൊടുത്താലേ ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രീസിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏത് രീതിയിലുള്ള
പബ്ലിക് സെക്ടറിനാണോ പ്രൈവറ്റ് സെക്ടറിനാണോ എന്ന് നമ്മൾ നേരത്തെ നോക്കി. അപ്പോൾ നമുക്ക് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിനേക്കാൾ കൂടുതൽ പ്രാധാന്യം പബ്ലിക് സെക്ടറിന് കൊടുക്കണം. കാരണം പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ ഈ വരുന്ന സമ്പത്ത് കുറച്ച് ആളുകളുടെ കയ്യിൽ കേന്ദ്രീകൃതമായി പോകും. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുത്തത് റീജിയണൽ ഇക്വിറ്റി കൊണ്ടുവരിക, ഒരു എല്ലാ ഇടങ്ങളിലും ഒരു വളർച്ച ഉണ്ടാക്കുക, അതിനു വേണ്ടി എന്താണ് ഒരു ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവരിക, ആ പോളിസിയിൽ കൂടുതൽ പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുക്കുക എന്നതായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ കീ ഔട്ട്കം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. പബ്ലിക് സെക്ടറിന്റെ സ്കോപ്പ് വൈഡൻ ചെയ്യിക്കുക, പബ്ലിക് സെക്ടറിന്റെ സ്കോപ്പ് എന്താണ് വൈഡൻ ചെയ്യിപ്പിക്കുക. ഗവൺമെന്റ് സോഷ്യലിസ്റ്റ് പാറ്റേണിലുള്ള ഒരു ഗ്രോത്തിനെ കൊണ്ടുവരിക. എന്താണ് ഇൻഡസ്ട്രീസിനൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരിക, ഒരു ക്ലിയർ കട്ട് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരിക. പിന്നെന്താണ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് കൂടുതലുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇൻഡസ്ട്രീസിന് ഏത് കാര്യമാണോ ജനങ്ങൾക്ക് കൂടുതൽ ആവശ്യം അതിൽ കൂടുതൽ അധികാരം ഗവൺമെന്റിന് കൊടുക്കുക എന്നതായിരുന്നു ഒരു ലക്ഷ്യം. പിന്നെ എന്താണ് കമ്പൽസറി ലൈസൻസിങ് കൊണ്ടുവരിക. ഇതൊക്കെ എല്ലാം കൂടെ എന്തിന് പ്രാധാന്യം കൊടുക്കും? പബ്ലിക് സെക്ടറിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഈ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്ത്യയിൽ ആദ്യം നടപ്പാക്കിയ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഇൻഡസ്ട്രീസിന്. ഇൻഡസ്ട്രിയെ 3 രീതിയിൽ നമ്മൾ തിരിച്ചു. ഏതൊക്കെ ഇൻഡസ്ട്രീസ് പബ്ലിക് സെക്ടറിൽ വരണം, ഏതൊക്കെ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് സെക്ടറിൽ വരണം, ഏതൊക്കെ ഇൻഡസ്ട്രീസ് രണ്ടുപേർക്കും നടത്തിക്കൊണ്ട് പോവാം, പബ്ലിക് സെക്ടറിനും നടത്താം പ്രൈവറ്റ് സെക്ടറിനും നടത്താം എന്നൊക്കെയുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമ്മൾ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആക്ട് 1956 അപ്പോൾ നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. Industrial Policy Resolution classified industries into 3 categories. ഇന്ത്യയിൽ ഉള്ളതും പുതുതായി വരാൻ ഉദ്ദേശിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രീസിനെയും നമ്മൾ 3 കാറ്റഗറിയിലേക്ക് തിരിച്ചു. അവയാണ് ഫസ്റ്റ് കാറ്റഗറി കംപ്രൈസ്ഡ് ഇൻഡസ്ട്രീസ് വിച്ച് കുഡ് ബി എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റിന്റെ കീഴിൽ മാത്രം വരാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിന് മാത്രം ഗവൺമെന്റിന് മാത്രം തുടങ്ങാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ്. അവയാണ് ആംസ് ആൻഡ് അമ്യൂണിഷൻ, ആറ്റോമിക് എനർജി, റെയിൽവേ, ഹെവി കെമിക്കൽസ് മുതലായ. ഇവയെല്ലാം പ്രൈവറ്റിന് കൊടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു കൺട്രി ആകുമ്പോൾ അവിടെ ഈ ഒരു ആംസ് ആൻഡ് വെപ്പൺസ് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് കാറ്റഗറിയെ നമ്മൾ ഷെഡ്യൂൾ എ കാറ്റഗറി എന്നും പറയും. ഇതിൽ അന്നത്തെ സമയത്ത് 17 ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. The second category consists of industries in which the private sector could supplement the effort of state sector. അതായത് പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഗവൺമെന്റിനും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഇൻഡസ്ട്രീസ് ആണിത്. അതിന് നമ്മൾ ഷെഡ്യൂൾ ബി ഇൻഡസ്ട്രീസ് എന്നും പറയും. എന്നാൽ ഈ ഇൻഡസ്ട്രീസിൽ എന്താണ് സോൾ റെസ്പോൺസിബിലിറ്റി ഉള്ളത് എപ്പോഴും സ്റ്റേറ്റിനായിരിക്കും. സ്റ്റേറ്റ് ടേക്ക് ദ സോൾ റെസ്പോൺസിബിലിറ്റി. ഇവിടെ പ്രൈവറ്റും ഉണ്ട് സ്റ്റേറ്റും ഉണ്ട് എങ്കിലും ആർക്കായിരിക്കും കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിനുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരിക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എല്ലാം ചെയ്യുന്നത്. നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും ഉണ്ട്. എന്നാൽ ഈ റോഡ് ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എത്ര റേറ്റ് കൊണ്ടുവരണം ടിക്കറ്റിന് എന്നൊക്കെ തീരുമാനിക്കുന്നത് എപ്പോഴും ഗവൺമെന്റ് തന്നെയാണ്. അതൊരു നല്ല ഉദാഹരണമാണ്. അടുത്തതാണ് തേർഡ് കാറ്റഗറി കൺസിസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ പ്രൈവറ്റ് സെക്ടർ. ഇവിടെ പ്രൈവറ്റ് സെക്ടർ ഈ 2 കാറ്റഗറിയിലും വരാത്ത എല്ലാ ഇൻഡസ്ട്രീസും തേർഡ് കാറ്റഗറിയിൽ വരും. അവയെ നമ്മൾ ഒരു തേർഡ് കാറ്റഗറിയിൽ കൊടുക്കുമ്പോൾ ഏതൊരു ഇൻഡസ്ട്രി ആണേലും വെറുതെ ഇന്ത്യയിൽ വന്ന് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വെറുതെ അങ്ങ് ആ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ സാധിക്കുകയില്ല. ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് എന്താണ് ലൈസൻസ് നമ്മൾ വാങ്ങിയാൽ മാത്രമേ നമുക്ക് എന്താണ്
ഈ ഒരു ഇൻഡസ്ട്രി നമുക്കിവിടെ നിലനിൽത്താൻ അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് ഇൻഡസ്ട്രിയെ കുറിച്ചാണോ ഗവൺമെന്റിനോട് പറയുന്നത്, അപ്പോൾ ഗവൺമെന്റ് ഈ 3 കാറ്റഗറിയിൽ ഏതിൽ വരുമെന്ന് മനസ്സിലാക്കും. ഈ 3 കാറ്റഗറിയിൽ ഫസ്റ്റ് കാറ്റഗറിയിലാണ് ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രി വരുന്നതെങ്കിൽ അവർ ലൈസൻസ് തരില്ല, അങ്ങനെ ഒരു ഇൻഡസ്ട്രി നമുക്ക് നടത്താനും സാധിക്കില്ല. സെക്കൻഡ് കാറ്റഗറിയിലാണെങ്കിൽ എന്താണ്, കൂടുതൽ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിനായിരിക്കും. സ്റ്റേറ്റ് പറയുന്ന രീതിയിൽ, ഗവൺമെന്റ് പറയുന്ന രീതിയിൽ പ്രൈവറ്റിന് പ്രവർത്തിച്ചു പോരാം. തേർഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ എന്താണ്, ഫുൾ കൺട്രോളും പ്രൈവറ്റിനായിരിക്കും. എന്നാൽ ആ കൺട്രോൾ കിട്ടുന്നതിന് മുമ്പ് ഗവൺമെന്റിൽ നിന്ന് ലൈസൻസ് വാങ്ങണം. ഈ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 3 കാറ്റഗറി കൊണ്ടുവന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു റീജിയണൽ ഇക്വിറ്റി നമ്മുടെ ഇതിൽ കൊണ്ടുവരിക, ഒരു ഡെവലപ്മെന്റിൽ റീജിയണൽ ഇക്വിറ്റി കൊണ്ടുവരിക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. അതെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. റീജിയണൽ ഇക്വിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, എപ്പോഴും ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പുതിയ വ്യാപാരം വരുന്നത് എപ്പോഴും സിറ്റികളിലായിരിക്കും. അപ്പോൾ എല്ലാ പ്രൈവറ്റ് ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെയുള്ള ഇൻഡസ്ട്രീസ്, പ്രൈവറ്റ് പബ്ലിക് ഓണർഷിപ്പിൽ വരുന്ന ഇൻഡസ്ട്രീസ് എല്ലാം സിറ്റികളിൽ മാത്രം കേന്ദ്രീകൃതമായാൽ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല, അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് ഈ പോളിസി, അതായത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്താണ്, റീജിയണൽ ഇക്വാലിറ്റി കൊണ്ടുവരിക, ഒരു സമത്വം കൊണ്ടുവരിക. അതിനെന്ത് ചെയ്തു, ബാക്ക്വേർഡ് റീജിയൻസിലെ ഇൻഡസ്ട്രീസ് തുടങ്ങുന്നവർക്ക് കൂടുതൽ കൺസെഷൻസ് കൊടുത്തു. ലൈസൻസ് എടുക്കുന്നതിൽ കൺസെഷൻ കൊടുത്തു. പിന്നെ ടാക്സിന് ബെനിഫിറ്റ് കൊടുത്തു, കൺസെഷൻ അതായത് ടാക്സ് ബെനിഫിറ്റ് കൊടുത്തു. ഇലക്ട്രിസിറ്റിയുടെ അളവ്, ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഇതിൽ താരിഫിന്റെ ഇതിൽ ഇളവ് കൊടുത്തു. അങ്ങനെ വളരെ കൺസെഷൻ ഒക്കെ കൊടുക്കുന്നത് വഴി നമ്മുടെ ഗ്രാമങ്ങളിലും ഇതുപോലെ ഇൻഡസ്ട്രീസ് ഉണ്ടാവുകയും ആ ഇൻഡസ്ട്രീസ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതുവഴി ഇൻഡസ്ട്രിയൽ സെക്ടറിനും അതുപോലെ ജനങ്ങൾക്കും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാനായിട്ട് അത് സഹായിച്ചു. Existing industry had to obtain a license for expanding output or for diversify production. License to expand production was given only if the government was convinced that the economy required a larger quantity of goods. അതായത് നമുക്ക് രണ്ട് രീതിയിലുള്ള ഇൻഡസ്ട്രീസ് അന്നുണ്ടായിരുന്നു. എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസും ഉണ്ടായിരുന്നു, പുതിയ ഇൻഡസ്ട്രീസും ന്യൂ ഇൻഡസ്ട്രീസും ഉണ്ടായിരുന്നു അല്ലെ. എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടാറ്റയുടെ അയൺ ആൻഡ് സ്റ്റീൽ എന്നൊക്കെ പറയുന്നത്, പിന്നെ കോട്ടൺ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രീസ് അല്ലാതെ പുതിയ ഇൻഡസ്ട്രീസ്, അതിലല്ലാതെ പുതിയ കെമിക്കൽ ഇൻഡസ്ട്രീസ് ഒക്കെ പുതിയതായിട്ട് വരുന്നതൊക്കെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈവറ്റിന് അവൈലബിൾ ആകൂ. അപ്പോൾ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസിന് ഒരു നിയമവും ഇല്ലേ എന്ന് നമുക്ക് തോന്നാം. അവിടെയാണ് ഈ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ് പുതിയ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പാൻഷൻ, ഒരു വളർച്ച ആ ഒരു പ്രൊഡക്ഷനിൽ ഉണ്ടാക്കണമെന്നാണെങ്കിൽ ഗവൺമെന്റിന് തോന്നണം ഈ എക്കോണമിയിൽ ഈ ഒരു ഗുഡിന്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ അയൺ ആൻഡ് സ്റ്റീൽ തന്നെയാണെങ്കിൽ അയൺ ആൻഡ് സ്റ്റീലിന്റെ ഉൽപാദനത്തിൽ ഒരു വളർച്ച വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഉൽപാദനം ആ ഒരു എക്കോണമിയിൽ ആവശ്യമാണെന്ന് ഗവൺമെന്റിന് തോന്നിയാൽ ഗവൺമെന്റ് ലൈസൻസ് തരും. അങ്ങനെയാണ് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീനെ നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസികൾ റെസൊല്യൂഷൻ IPR 1956 ആക്ടിൽ കൊണ്ടുവന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്തൊക്കെ മാറ്റമാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് എന്തൊക്കെ ഉപയോഗമാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിൽ ഉണ്ടായത് എന്നൊക്കെ നമുക്ക് നോക്കാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഒരു ഡെവലപ്മെന്റിനെ എങ്ങനെ സഹായിച്ചു എന്ന് നമുക്ക് നോക്കാം. അതിന്റെ കൂടെ ആദ്യം നമുക്ക് എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് നോക്കാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ദോസ് ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ദ മാനുഫാക്ചറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് റെൻഡറിംഗ് ഓഫ് സർവീസസ് ആർ ഡൺ ഓൺ എ സ്മോൾ ഓർ മൈക്രോ ലെവൽ. അതായത് ഒരു ഇൻഡസ്ട്രീസിന് മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സർവീസസ് ഇവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ അതിനെ നമ്മൾ
സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നാണ് വിളിക്കുന്നത്. എ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഈസ് ഡിഫൈൻഡ് വിത്ത് റെഫറൻസ് ടു ദ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് അലൗഡഡ് ഓൺ ദ അസറ്റ് ഓഫ് എ യൂണിറ്റ്. അതായത് എന്തിൻ്റെ ബേസിലാണ് നമ്മളൊരു സ്കെയിൽ, ഒരു ഇൻഡസ്ട്രി നമ്മൾ സ്മോൾ സ്കെയിൽ ആണോ ലാർജ് സ്കെയിൽ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇൻഡസ്ട്രി നമ്മൾ തുടങ്ങാനായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു എക്യുപ്മെൻ്റ്, ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ അവരുടെ എല്ലാ കോസ്റ്റുകളും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ ചേർത്ത് നോക്കുമ്പോൾ എത്ര മാത്രം നമ്മൾ ചിലവാക്കിയിട്ടുണ്ട്. അത് 1915 നമ്മളൊരു കണക്ക് വെച്ചിട്ടുണ്ട്. In 1915 a small scale industrial unit was one which invested a maximum of rupee 5 lakh. At present the maximum investment allowed is rupee 1 crore. അല്ലേ? അതായത് നമുക്കറിയാം 1950 നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നവയെല്ലാം 5 lakhൽ താഴെ വരുന്ന ഇൻഡസ്ട്രീസ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു മെഴുകുതിരി യൂണിറ്റ് തുടങ്ങുകയാണ്, മെഴുകുതിരി ക്യാൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രി നമ്മൾ തുടങ്ങുകയാണ്. പക്ഷെ എൻ്റെ ഒരു ഇൻഡസ്ട്രിയിലെ ആകെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണെങ്കിൽ അതൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയായി മാറും. എന്നാൽ അത് 10 ലക്ഷം രൂപയാണെങ്കിലോ അതൊരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് മാറുമെന്നാണ് 1950 പറയുന്നത്. എന്നാൽ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു മാക്സിമം എമൗണ്ടിൽ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അറ്റ് പ്രസന്റ് ദ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ഇൻ റുപ്പി 1 crore. 1 കോടിയിൽ ആണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുന്നത്. 1 കോടിയുടെ അകത്ത് വരുന്ന എല്ലാ ഇൻഡസ്ട്രീസിനെയും നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് കണക്കാക്കുന്നു. വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി ഓൾസോ കോൾഡ് ദ കാർവ് കമ്മിറ്റി. അതായത് 1955 നമ്മൾ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടി ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചു. എന്തിനു വേണ്ടിയാണ്? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുക, അത് ഇന്ത്യൻ എക്കോണമിയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വലിയ രീതിയിലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ കമ്മിറ്റിയെ നമ്മൾ കാർവ് കമ്മിറ്റി എന്നാണ് പറയുന്നത്. അത് പ്രധാനമായിട്ടും റൂറൽ ഡെവലപ്മെന്റിനാണ് പ്രാധാന്യം കൊടുത്തത്. കാർവ് കമ്മിറ്റി റൂറൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ മറ്റൊരു ഗുണമാണ് മോർ ലേബർ ഇന്റൻസീവ് ആണ്. ഇവർക്ക് നമുക്കറിയാം 5 lakhs ആണ് ഇവരുടെ ആക്ച്വൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോൾ ഈ 5 lakhsൽ ഇവർക്ക് എന്തായാലും കൂടുതൽ മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? കൂടുതൽ തൊഴിലാളികളായിരിക്കും മെഷീൻസിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലേബർ ഇൻറ്റൻസീവ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനോട് ചേർത്ത് തന്നെ പറയാം എന്താണ്? ജനറേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? മെഷീൻസ് മാറുമ്പോൾ തന്നെ എന്താണ്? കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടും. അത് മറ്റൊരു തരത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ്. അടുത്ത, these industries cannot compete with the big industrial firms. A number of products were reserved for the small scale industry. നമുക്കറിയാം. അപ്പോൾ തന്നെ 5 lakhs വെച്ചിട്ട് വരുന്ന ഈ ലാക്സിനുള്ളിൽ തുടങ്ങുന്ന ഈ ഇൻഡസ്ട്രീസ് ഒന്നും തന്നെ വൻകിട ഇൻഡസ്ട്രീസുമായിട്ട് മത്സരിക്കാൻ റെഡിയല്ല. അവർക്ക് അത്രയും എമൗണ്ട് ഇല്ല, അവർക്ക് അത്രയും ക്യാപിറ്റൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലേബർ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായി മാറി. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് കൂടുതൽ കൺസെഷൻ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. കുറച്ച് മേഖലകൾ സ്മോൾ സ്കെയിലിന് മാത്രമായിട്ട് മാറ്റിവെച്ചു. പിന്നെ ഡ്യൂട്ടീസ്, ബാങ്ക് ലോവർ എക്സൈസ് ഡ്യൂട്ടി കൊടുത്തു. പിന്നെ ബാങ്ക് ലോൺസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറച്ചു. ഇതൊക്കെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാനും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി വഴി സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും അതുവഴി ഒരു ഈക്വലിറ്റി നമ്മുടെ വെൽത്തിൽ, അതായത് കൂടുതൽ
എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി റിച്ച് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് മാത്രമല്ല, സ്മോൾ ആയിട്ടോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങുന്നവർക്കും അതുവഴി ലാഭം ഉണ്ടാക്കാൻ പറ്റത്തക്ക രീതിയിൽ കൺസെഷനൊക്കെ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് സഹായിച്ചു. ഇതെല്ലാം തന്നെ എന്താണ്, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റിനെ സഹായിച്ചു. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ വ്യാപാരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാരുടെ പൂർണ്ണ അധികാരത്തിലായിരുന്നു ഇന്ത്യയുടെ വ്യാപാരം. ഈ വ്യാപാരത്തിൽ ഇന്ത്യയെ അവർ അവരുടെ ആവശ്യമുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാക്കി മാറ്റി ഇന്ത്യയെ. അതിനുശേഷം അവരെന്താണ് ചെയ്തത്, അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാക്കി ഇന്ത്യയെ മാറ്റി. ഈ രണ്ട് രീതിയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നവയായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും തന്നെ ഇന്ത്യയുടെ ഒരു പുതിയ ട്രേഡിംഗ് രീതിക്കാണ് മുൻതൂക്കം കൊടുത്തത്. എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കാം ഇന്ത്യൻ ലീഡേഴ്സ് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം എടുത്തത്? അവയുടെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അവയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയുടെ 7 5-year പ്ലാൻ, 7 5-year പ്ലാനുകൾ പ്രാധാന്യം കൊടുത്തത് ട്രേഡിനായിരുന്നു. ഈ ട്രേഡിന് ഒരു പ്രാധാന്യം കൊടുക്കുമ്പോൾ അവരൊരു കാര്യം തീരുമാനിച്ചിരുന്നു. എന്താണ്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അഥവാ ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് സ്ട്രാറ്റജി. ഇൻവേർഡ് ലുക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക. This policy aimed at replacing or substituting import with domestic production. നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയും ആ ഇമ്പോർട്ട് ചെയ്യുന്നതിനെ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡക്ഷൻ നടത്താനും പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പോൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ എന്താണ് നടന്നിരുന്നത്? Industries would be encouraged to produce goods India in itself. അല്ലേ? നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ആ ഒരു ഉൽപാദനത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ, ആ ഒരു ഉൽപ്പന്നത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നു. In this policy, the government protected the domestic industries from foreign competition. ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നടന്ന രണ്ട് കാര്യങ്ങളാണ് protected the domestic industries-ഉം encouraged to produce goods in India. അപ്പോൾ അതെന്തിലേക്കാണ് നയിച്ചത്? മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്തിനാണോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനെ മാറ്റി വേറൊരു സാധനത്തിനെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇമ്പോർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിനെ മാറ്റി. എന്നാൽ ആ ഒരു സാധനത്തെ നമുക്ക് ആവശ്യമുണ്ട്, ആ ഒരു ഉൽപ്പന്നത്തിന് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പോളിസിനെയാണ് നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് രണ്ട് രീതിയിലൂടെയാണ്. അതിലൊന്നാണ് താരിഫ്. എന്താണ് താരിഫ്? താരിഫ് ആർ എ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. They make imported goods more expensive and discourage their use. താരിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ടാക്സ് ആണ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്, അല്ലേ? നമുക്ക് സാധനം മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ ആണ്, ഞങ്ങൾ പുറത്തുനിന്നൊന്നും വാങ്ങില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് കുറച്ച് സാധനം, അതായത് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ സാധനം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ സാധനം പുറത്തുനിന്ന് വാങ്ങിയേ പറ്റൂ. അപ്പോൾ ഇമ്പോർട്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് രീതി അഡോപ്റ്റ് ചെയ്തു. അതിലൊന്നാണ് താരിഫ് എന്ന് പറയുന്നത്. താരിഫ് എന്ന് പറഞ്ഞാൽ താരിഫ് ആർ ദ ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്. ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഗുഡ്സിന് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ടാക്സ് ആണ്. അതെന്ത് ചെയ്യും?
ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ വില കൂട്ടുകയും അതുകൂടാതെ അതിൻ്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യും. അതിനെയാണ് താരിഫ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. താരിഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇവിടെ ബ്രിട്ടീഷ് നോക്കൂ, ബ്രിട്ടീഷ് ക്ലോത്ത് 5 റുപ്പിക്കാണ് അവരുണ്ടാക്കുന്നത്. എന്നാൽ അത് അമേരിക്കയിലേക്കാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് വെക്കുക. അമേരിക്കയിൽ ആ ഒരു ക്ലോത്തിന് 7 രൂപയാണ് വില, $7 വില. അപ്പോൾ ബ്രിട്ടീഷുകാർ പറയുകയാണ് ഞങ്ങൾക്കത് 5 രൂപയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളത് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ, അമേരിക്കയ്ക്ക് അത് 6 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് 1 രൂപ ലാഭം കിട്ടും. അപ്പോൾ അമേരിക്കക്കാർ പറഞ്ഞു ഓക്കെ, നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തോളൂ, പക്ഷെ അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു താരിഫ് ഇടുന്നുണ്ട്. ആ താരിഫിൻ്റെ റേറ്റ് എത്രയാണ്? 5 രൂപ, $5 എന്ന് വയ്ക്കുക. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഈ ക്ലോത്ത് ഉണ്ടാക്കാൻ അവർക്ക് ചിലവാകുന്നത് 5 രൂപ, അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത് 5 രൂപ. അങ്ങനെ 5 + 5 വരുമ്പോൾ എന്താണ്? അത് 10 ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഉൽപ്പാദിപ്പിച്ച ക്ലോത്ത് അമേരിക്കയിൽ കിട്ടണമെങ്കിൽ അമേരിക്കക്കാർ 10 രൂപ കൊടുക്കണം, $10 കൊടുക്കണം. പക്ഷെ അമേരിക്ക തന്നെ അത് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അത് എത്ര രൂപയാണ്? 7 രൂപയേ ഉള്ളൂ ആ ക്ലോത്തിൻ്റെ വില. അപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്നവര് ബ്രിട്ടീഷിൽ നിന്ന് വരുന്ന ക്ലോത്ത് 10 രൂപയ്ക്ക് വാങ്ങുമോ? ഇല്ലല്ലോ. അത് 7 രൂപയ്ക്ക് അവിടെ തന്നെ ലഭ്യമാകത്തില്ലേ? നമ്മളെപ്പോഴും കോസ്റ്റ് കുറവുള്ള സാധനമല്ലേ വാങ്ങാൻ കൂടുതൽ പേര് റെഡിയാകും. അപ്പം അത് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ ക്ലോത്തിനെ ഉപയോഗിക്കുന്നതിൽ നിന്നും ഡിസ്കറേജ് ചെയ്യുകയും ബ്രിട്ടീഷുകാരുടെ ക്ലോത്തിനെ എക്സ്പെൻസീവായി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇതാണ് താരിഫ് എന്ന് പറയുന്നത്. താരിഫ് എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു ടാക്സ് ആണ്. അത് ഇമ്പോർട്ടഡ് ഗുഡിലാണ് വരുന്നത്. അടുത്തതാണ് കോട്ട. എന്താണ് കോട്ട? കോട്ടാസ് സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ്. കോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അളവാണ്. ആ അളവിലുള്ള സാധനങ്ങൾ മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് 2 ടൺ വരെ ഇമ്പോർട്ട് ചെയ്യാം. ആ 2 ടൺ എന്ന് പറയുന്നതാണ് കോട്ട. 5 ടൺ കൊണ്ടുവന്നാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് കയറ്റില്ല, 2 ടണ്ണേ കയറ്റുള്ളൂ. 3 ടൺ തിരിച്ചു കൊടുക്കും. തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ എടുത്തോളാൻ പറയും. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ കോട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അകത്തേക്ക്, ഇന്ത്യയുടെ ഒരു മാർക്കറ്റിലേക്ക് ഫോറിൻ കൺട്രീസ് അവരുടെ സാധനങ്ങൾ വിൽക്കുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അവരെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഇറക്കുമതി ചെയ്യുന്നത് കൂടിയത് കൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചമർത്തിയത്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യയുടെ ലീഡേഴ്സ് എടുത്ത 2 നയങ്ങളാണ് താരിഫും കോട്ടയും. ഈ താരിഫ് എന്ന് പറയുന്നത് ഒരു ടാക്സ് ആണ്. ഈ ടാക്സ് അവരുടെ പ്രോഡക്ട്സിൻ്റെ വില കൂട്ടുകയും അതിനെ എക്സ്പെൻസീവ് ആക്കുകയും അതിൻ്റെ ഉപയോഗത്തെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്തു. കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ അളവിൽ ഒരു ലിമിറ്റേഷൻ കൊണ്ടുവന്നു. നിങ്ങൾക്ക് 2 കിലോയെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിനെയാണ് കോട്ട എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ സഹായിക്കുന്നതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം. എഫക്റ്റ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് കൊണ്ടുവന്ന പോളിസീസ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയെ അഫക്റ്റ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. The proportion of GDP contributed by the industrial sector increased in the period from 11.8% in 1951 to 24.6% in 1990 to 91. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലുള്ളൊരു കോൺട്രിബ്യൂഷൻ 1950-51, അതായത് നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ തുടങ്ങുന്ന സമയത്ത്
വെറും 11% എങ്കിൽ അത് ഫസ്റ്റ് 5-year പ്ലാനിന് ഒരു 6-7 അല്ലെങ്കിൽ ഒരു 1919 വരെയൊക്കെ ആയപ്പോഴത്തേക്ക് 6-7 5-year പ്ലാൻസിന് ശേഷം നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഡെവലപ്മെന്റ് 24% ആയിട്ട് ഇൻക്രീസ് ചെയ്തു. The proportion of small-scale industries gave opportunities to those people who did not have the capital to start large firm to get into business. അതായത് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന പുതിയൊരു ഒരു രൂപകൽപ്പന നമ്മൾ ചെയ്തു, പുതിയൊരു ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നടത്തി ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. അതെന്ത് ചെയ്തു, അധികം ക്യാപിറ്റൽ ഇല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് പോലും ഒരു ബിസിനസ് തുടങ്ങുന്നതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തു. അവർക്ക് ആവശ്യത്തിനുള്ള ലോൺസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തു കൊടുത്ത് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയാണ് നമ്മുടെ സർക്കാർ അതിനുശേഷം ചെയ്തത്. അത് തന്നെ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് കൂടുതൽ ഊന്നൽ ലഭിച്ചു. Protection from foreign competition enabled the development of indigenous industries in the area of electronics and automobile sector which otherwise could not have developed. നമ്മൾ ഫോറിൻ കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ട്, എങ്ങനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്തത്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ ഇമ്പോസ് ചെയ്തുകൊണ്ട്, അതൊക്കെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൊണ്ട് എന്ത് ചെയ്തു, നമ്മളുടെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നതല്ലാത്ത ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽസ് പോലെയുള്ള സെക്ടേഴ്സ് നമുക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ജൂട്ട്, കോട്ടൺ അങ്ങനെയുള്ള ചെറിയ ഇൻഡസ്ട്രീസ് മാത്രമായിരുന്നു. അതല്ലാതെ നമ്മുടെ രാജ്യത്ത് ഇല്ലാതിരുന്ന ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽസ് പോലെയുള്ള ഇൻഡസ്ട്രീസ് വരാനായിട്ട് ഫോറിൻ കോമ്പറ്റീഷൻ കുറഞ്ഞത് അതിന് ഒരു കാരണമായി. Planned development of Indian economy, no distinction was made between what the public sector alone can do and what the private sector can also do. നമ്മുടെ ഇന്ത്യൻ എക്കോണമി ഒരു പ്ലാൻഡ് ഡെവലപ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻഡ് ഡെവലപ്മെന്റിലൂടെ ഇന്ത്യൻ എക്കോണമിയിൽ ഏത് സെക്ടർ പബ്ലിക്കിൽ വരണം, ഏത് സെക്ടർ പ്രൈവറ്റിൽ വരണമെന്നൊക്കെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. ഡിഫൻസ് ഒക്കെ പ്രൈവറ്റ് സെക്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അതൊക്കെ പബ്ലിക് സെക്ടറിൽ വരേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ, ഇതൊക്കെ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കാതെ പബ്ലിക് സെക്ടറിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ, ആ ഒരു വേർതിരിവ് നിർത്തലാക്കിക്കൊണ്ട് ഇന്ത്യൻ എക്കോണമിയെ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ പോളിസി എന്ത് ചെയ്തു, ഇതിലൊക്കെ ഓരോ ഇളവുകൾ കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോഴും നമ്മുടെ വെപ്പൺസ്, ഡിഫൻസ് പോലെയുള്ള മേഖലകൾ പ്രൈവറ്റ് സെക്ടറിന് കിട്ടിയിട്ടില്ല, അതിപ്പോഴും പബ്ലിക് സെക്ടറിന് തന്നെയാണ്. പക്ഷെ ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോട്ടൽസ് അങ്ങനെയുള്ളവ പബ്ലിക് സെക്ടറിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകാനും അത് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുവാനും സാധിച്ചു. പെട്ടെന്ന് തന്നെ അവൈലബിൾ ആകുക. നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണെങ്കിൽ പണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ സമയം നമുക്ക് ഒരു വിവരം കിട്ടാനായിട്ട് എടുക്കുമെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിന്റെ കടന്നുവരവോടുകൂടെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ് അവൈലബിൾ ആയി. അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസിന്റെ അളവുകൾ വളരെ കൂടി. ഇതെല്ലാം തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് കാരണമായി. Due to the restriction on import, the Indian consumer had to purchase whatever the Indian producer produced. അതായത് ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതോടുകൂടെ ഇന്ത്യൻ എക്കോണമിയിൽ വളരെയധികം പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ പതിയെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്ന് തന്നെ പറയാം. എന്താണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കൺസ്യൂമേഴ്സിന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സ് മാക്സിമം അവരുടെ പ്രോഫിറ്റ് മാത്രമാണ് നോക്കിയിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ വെൽഫെയർ ആണ് കൂടുതൽ നോക്കിയെങ്കിൽ പ്രൈവറ്റ് സെക്ടർ അവരുടെ പ്രോഫിറ്റ് ആണ് നോക്കിയത്.
നോക്കിയത്. ഈ പ്രോഫിറ്റ് നോക്കുന്നത് മൂലം എന്ത് പറ്റി? കൺസ്യൂമേഴ്സിന് ചീപ്പർ ക്വാളിറ്റിയിലെ പ്രോഡക്ട്സ് ലഭിക്കാൻ മാത്രമേ വഴിയുള്ളൂ എന്ന അവസ്ഥയായി. അതുകൊണ്ട് തന്നെ വളരെയധികം ലീഡേഴ്സ് ഒക്കെ തന്നെ കുറേ അധികം ലീഡേഴ്സ് ഇതുപോലെയുള്ള റെസ്ട്രിക്ഷൻ ഇമ്പോർട്ടിന് കൊണ്ടുവന്നത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ല എന്നൊക്കെ വാദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതാണ് പിന്നീട് 1991 LPG ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ പോലെയുള്ള ഒരു നയമാറ്റത്തിനെ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. The need to obtain a license to start an industry was misused by industrial houses. The excessive regulation of what come to be called the permit license Raj prevent certain firms from becoming more efficient. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം രണ്ട് രീതിയിലാണ് പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ എന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ഇൻഡസ്ട്രീസിന് ഗവൺമെന്റിന്റെ ഒരു അതോറിറ്റി ഉണ്ടാവും. ഈ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും വരാതെ വരുന്ന മൂന്നാമത്തെ ഇൻഡസ്ട്രിയാണ് കംപ്ലീറ്റ് പ്രൈവറ്റിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുന്നതെന്ന് കഴിഞ്ഞ ഇതിൽ നമ്മൾ നോക്കിയതാണ്. അപ്പൊ ഈ പ്രൈവറ്റ് സെക്ടറിൽ വരുന്നവർക്ക് എന്ത് വേണമെന്നാണ് നമ്മൾ നോക്കിയത്? അവർക്കൊരു ലൈസൻസിന്റെ ആവശ്യമുണ്ട്. ഈ ലൈസൻസിനെയാണ് നമ്മൾ പെർമിറ്റ് ലൈസൻസ് രാജ് എന്ന് വിളിച്ചത്. രാജ് എന്ന് വെച്ചാൽ റൂൾ എന്നാണ്. അപ്പോൾ അതിന്റെ ഒരു റിസ്ട്രിക്ഷൻ ആണ്, ഒരു റെഗുലേഷൻ ആണ്. അത് ഇന്ത്യൻ എക്കോണമിയുടെ, ഇന്ത്യൻ ബിസിനസ്സുകാരുടെ ഇടയിൽ വന്നതാണ്. അത് ഒരു വലിയ രീതിയിലുള്ള റെഡ് ടാപ്പിസം ഇന്ത്യൻ ബിസിനസ്സിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിന്റെ മുകളിൽ ഒരു കൺട്രോൾ ആണ്, ഗവൺമെന്റിന്റെ ഒരു കൺട്രോൾ വന്നു. ഏത് ഇൻഡസ്ട്രി കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും അവര് കുറെ അധികം ലൈസൻസ് എടുക്കേണ്ടതായി വന്നു. ഈ ലൈസൻസ് ഓരോ വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ പുതുക്കേണ്ടതായിട്ടും വന്നു. അപ്പൊ ഇതൊക്കെ ഒരു ചെറിയ ബ്രെഡിന്റെ കമ്പനി ഒരാൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊരു 10ഓ 15ഓ ലൈസൻസ് എടുക്കണം. ആ ലൈസൻസ് മാസങ്ങൾ കൂടുമ്പോൾ പുതുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് ആളുകൾ പുതിയ ഒരു കമ്പനി തുടങ്ങാനായിട്ട് അവർ മടിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വന്നത് ഇൻഡസ്ട്രീസിനെ ഒരു താഴേക്ക്, ഒരു അധപതനത്തിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇൻഡസ്ട്രി വരാതെ ആയി എന്ന് പറയാം. അത് കൂടാതെ ഒരു മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. വലിയ ക്യാപിറ്റൽ ഉള്ളവർ അല്ലെങ്കിൽ മോർ ക്യാപിറ്റൽ അതോറിറ്റീസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ. നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നവർ, വലിയ മുതലാളികളായിട്ടുള്ളവർ എന്ത് ചെയ്യും? ഈ ഒരു പുതിയ കമ്പനി തുടങ്ങാനായിട്ട് ഈ ലൈസൻസിന്റെ അപാകത വരുമ്പോൾ, ലൈസൻസ് കിട്ടാതെ വരുമ്പോൾ അവർ എന്ത് ചെയ്യും? അവര് കൈക്കൂലി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ആ ഒരു ലൈസൻസ് മേടിച്ചെടുക്കുക. അത് വന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും, നമ്മുടെ ഒരു എക്കോണമിയിൽ ഇപ്പോഴും കാണാൻ സാധിക്കുകയാണ്. ഇത് കൂടുതൽ കാണാൻ സാധിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള മേഖലകളിൽ നമുക്കിത് കൂടുതൽ കാണാൻ സാധിക്കും. ഒരു പരിസ്ഥിതി ലോലമായ പ്രദേശത്ത് നമ്മൾ പുതിയ കെട്ടിടമൊക്കെ വെക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ബിൽഡിംഗ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ ലൈസൻസിന്റെ ആവശ്യമുണ്ട്. ആ ലൈസൻസ് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ മുതലാളികൾ സർക്കാർ ആൾക്കാർക്ക് കൈക്കൂലി കൊടുക്കുക, അങ്ങനെ അത് മേടിച്ചെടുക്കുന്ന രീതിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ലൈസൻസ് രാജ് കൊണ്ടുവരിക, ആ ഒരു ലൈസൻസിലൂടെ ഒരു കമ്പനിയെ പുതിയതായി ഇന്ത്യയിൽ സ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ആ ലൈസൻസ് എന്ന് പറയുന്നത് കൂടുതൽ നിയമങ്ങൾ, കൂടുതൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ തുടങ്ങിയതോടുകൂടെ കൂടുതൽ ഇൻഡസ്ട്രികൾ ഇന്ത്യ വിട്ടു പോകാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തുടങ്ങാതിരിക്കാനുമുള്ള കാരണങ്ങൾക്ക് അത് വഴിവെച്ചു. The public sector is not meant for earning profit but to provide or promote the welfare of nation. അതായത് പബ്ലിക് സെക്ടർ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതിനുപരി ഒരു എക്കോണമിക്ക് അല്ലെങ്കിൽ നമ്മുടെ നേഷന് കൂടുതൽ വെൽഫെയർ ഉണ്ടാകുക എന്നുള്ളൊരു രീതിക്കാണ്. No longer was Indian industry restricted. In fact, the industrial sector became well diversified by 1990s. ഈ ഒരു ലൈസൻസ് ഒക്കെ കൊണ്ടുവന്ന ഇൻഡസ്ട്രിയെ കൂടുതൽ ദുർഘടമാക്കാതെ 1991 ഇന്ത്യൻ ലീഡേഴ്സ് ഒരു പുതിയ രീതിക്ക് തന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിങ്ങനെയുള്ള ഒരു
പുതിയ രീതിക്ക് തന്നെ ഇന്ത്യൻ എക്കോണമിയെ ഗ്ലോബലി ഓപ്പൺ ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.